ഇവിടെ ശിഷ്യൻ ചോദിച്ച ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. ആ സംശയം മറ്റൊന്നുമല്ല, ജ്ഞാനികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവര് പിന്നെയും പഴയ കാര്യങ്ങളിൽ നിന്ന് മാറിയതായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല. അവര് സംസാരിക്കും, അവര് ഊണ് കഴിക്കും, അവര് പണ്ട് ഇടപെട്ടതുപോലൊക്കെ തന്നെ ഇടപെടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ജ്ഞാനം ഫലിച്ചു എന്ന് എങ്ങനെ വിശ്വസിക്കാന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്: ആരംഭത്തോടുകൂടി തീരും വ്യവഹാരം. അവരുടെ വ്യവഹാരം എന്തായാലും ഒരു കർമ്മത്തിൽ ഇടപെട്ടാൽ അതിലൊരു വ്യവഹാരമുണ്ട്. പക്ഷേ സാധാരണ അജ്ഞാനികൾക്ക് എന്താണ്, എങ്ങനെ ഇരിക്കും ആ വ്യവഹാരം എന്ന് ചോദിച്ചാൽ അവര് നീണ്ടു നിൽക്കും. ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല, 1, 2, 3 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കും. അത് ജ്ഞാനികളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആരംഭത്തോടുകൂടി തീരും വ്യവഹാരം. ഏതെന്നാണോ ആരംഭമായിട്ട് നിന്നത്, തുടങ്ങിയത്, അത് അപ്പോൾ തന്നെ അത് തീരും. ഒരു പൊടി പോലും അതിൽ മിച്ചം അവർ വെക്കില്ല. പിന്നെ അദ്ദേഹം പറയുന്ന 2 വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈ വ്യവഹാരം ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും അതുകൊണ്ട് തനിക്കെന്തെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്ത ഒരു കാര്യം കരുതിക്കൊണ്ട് സ്വാമി പറയാണ്: ഒരു ധ്യാനവും വ്യവഹാരങ്ങളും ഉള്ളത്തൊഴിലല്ലോ. ഇപ്പൊ നിങ്ങൾ പറയുന്ന ധ്യാനം എന്ന് പറഞ്ഞതും ഈ വ്യവഹാരം എന്ന് പറയുന്നതും വാസ്തവത്തിൽ അന്ധകരണത്തിന്റെ തൊഴിലല്ലേ, അന്ധകരണത്തിന്റെ ഒരു ധർമ്മമല്ലേ. അതിപ്പോ എങ്ങനെയിരുന്നാൽ എന്താന്നുള്ള ചോദിക്കാതെ പറഞ്ഞിരിക്കുക. ഇവിടെ അറിയേണ്ടത് എന്താണ്? ഇതിന് സാക്ഷിയാണ് താനെന്ന് അറിയേണ്ടത്. ഇതെല്ലാം ആ അന്ധകരണ തൊഴിലുകളാണ്. പ്രഭാതാവ്, പ്രമാണം, പ്രമേയം, ഈ 3 രൂപത്തിൽ ആ ത്രിപുടി ഇതിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണെന്ന് തിരിച്ചറിയണം. ആ ചിതാഭാസൻ ആരാണ്? പൊയ് ജീവനാണ്, മായിക ജീവനാണ്. ഇതിനെയാണ് ചിതാഭാസൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ചിതാഭാസനാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നു, കർമ്മമായിട്ട് ഇടപെടുന്നു, എല്ലാം ആ ചിതാഭാസനാണ്. ഇതിന് സാക്ഷിയായിട്ടിരിക്കുകയാണ്. ആ സാക്ഷി എങ്ങനെ ഇരിക്കുന്നു? ഇതില് അകർത്താവായിട്ടിരിക്കുക. അതിൽ ഒരു കർത്തൃത്വമില്ല, അതിലൊരു ക്രിയയുമില്ല, ഒരു കർമ്മവുമില്ല. കാരണം താനായിട്ട് ഇരിക്കുന്ന ഒരു സ്വരൂപത്തിലാണ് ഈ ആത്മാവിതിൽ വർത്തിക്കുന്നത്. ഇതിന് ഈ ലക്ഷണാവൃത്തിയിൽ അറിയണം. ഇതിനെ എങ്ങനെ അറിയും? ഇപ്പൊ ഗുരു വേദാന്ത ശാസ്ത്രങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന ആ സ്ഥാനം ഇപ്പൊ നമുക്കൊരു ശൂന്യതയാണ്, ഒരു ശൂന്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ അവർ പറയുന്ന അതല്ല. അത് വാസ്തവത്തിൽ അത് തിരഞ്ഞു ചെന്നാൽ ആ ശൂന്യത്തെ അറിയുന്ന ആരാണെന്ന് ഒരു ചോദ്യത്തോടു കൂടി താൻ വെളിവാവുകയാണ്. അപ്പൊ ശൂന്യം വരെ നമുക്ക് എത്താം. പക്ഷെ അതിന് ആ ശൂന്യത്തെ കണ്ട ആളാര് എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ഈ സമാധി അതിൽ വന്നിട്ട് ഇതാണ്. ഒരു ധ്യാനവും വ്യവഹാരങ്ങളും ഉള്ളത്തൊഴിലല്ലോ. ധ്യാനം എന്ന് പറയുന്നത് നീ പറയുന്ന ഒരു മേന്മയായ കാര്യമാണെന്ന് പറയാനോ, വ്യവഹാരം എന്ന് പറയുന്നത് ഒരു താഴ്ന്ന ഒരു കാര്യമാണെന്ന് പറയാനോ സാധിക്കാത്ത വിധം രണ്ടും ഉള്ളത്തൊഴിലല്ലോ. ഇത് രണ്ടും മനസ്സിന്റെ അന്ധകരണത്തിന്റെ തൊഴിലല്ലയോ? ഇത് മനോവ്യാപാരമല്ലയോ? 2 വ്യത്യസ്തമായ വ്യാപാരങ്ങൾ പറയാണ്. തുര്യ പരമ്പരയുള്ള ആനവർ വേറൊരു തൊഴിൽ ചെയ്യുവതുമുണ്ടോ? പരമ്പൊരുളെ താനായിട്ട് തീർന്നവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടോ? ഇനി അരിയ സമാധികൾ പഴകുവാൻ അവൻ ആരൂഢനുമല്ല. ഇനി അങ്ങനെയല്ല, ആ സമാധികളെ വീണ്ടും അതിൽ പഴകാനായിട്ട് ഉള്ള പരിശ്രമങ്ങളാണ് ഇതില് മുമ്പോട്ട് വരുന്നതെങ്കിൽ പറയാണ് അവൻ ആരൂഢനുമല്ല. അവൻ ഈ പറഞ്ഞ കണക്ക് അപരോക്ഷ അനുഭവം അവന് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ സ്വാമി നമ്മൾ വായിച്ച പദ്യമായിട്ടാണ് ഇങ്ങനെ ചുരുക്കി പറഞ്ഞത്. മൂലം 33 ഇത് പറഞ്ഞു. ആരംഭത്തോട് തീരും വ്യവഹാരം അല്ലേ? അതല്ലേ ഒക്കട്ടെ? അതെ. അവരെ സംബന്ധിച്ച്
ഈ ഒരു വ്യവഹാരം ആരംഭിച്ച ഉടനെ തന്നെ അസ്തമിച്ചു പോകും. കാര്യം എന്താണ്? അവരെ സംബന്ധിച്ച് അവരിതിന് സാക്ഷിയാണെന്നുള്ള ആ ജ്ഞാനം ദൃഢപ്പെട്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ അവർ പ്രവർത്തിച്ചാലും അവർ പ്രവർത്തിക്കുന്നില്ല എന്ന് വേദം പറഞ്ഞ് നമ്മൾ ധരിപ്പിക്കുന്നു പല അവസരങ്ങളിലും. അവർ ഉണ്ണുന്നെങ്കിലും ഉണ്ണുന്നില്ല എന്ന് ചുമ്മാസ് അവർ കൂടെ പറയും. അവർ നടക്കുമ്പോൾ നടക്കുന്നില്ല. ഇതൊക്കെ പറയുന്നതിന്റെ അർത്ഥം നടക്കുന്നത് ആരാണ്? ആത്മാവാണ്. ഈ പ്രതിബിംബ ജീവനാണ്. അവന്റെ ആ അന്ധകരണമായിട്ട് ചേർന്നൊരു ചേലാണ് ഇതില് നാടകം ഇങ്ങനെ നടത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നത്. ഈ ആത്മാവ് ഇതിന് സാക്ഷിയാണ്. ഇതാണ് ബൃഹത്തായ ഒരു അറിവാണ്. ഈ അറിവ് ഇതിനെ അറിയുന്നതിനെയാണ് ജ്ഞാനം ഉണ്ടായിരുന്നത്. ഇതിനെങ്ങനെ അറിയാം? നേരിട്ട് അറിയാൻ പറ്റില്ല. കാര്യം നമ്മുടെ സ്വരൂപമായിട്ടാണ് അത് ഇരിക്കുന്നത്. പക്ഷെ അതിനറിയണ എന്ത് ചെയ്യണം? ലക്ഷണാവൃത്തിയിൽ അറിയാം. ലക്ഷണാവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ട ലക്ഷണ, വിടാത്ത ലക്ഷണ, വിട്ടുവിടാ ലക്ഷണ. ഇങ്ങനെ 3 ലക്ഷണങ്ങളെ കൊണ്ടാണ് ഇതിനെ അറിയുന്നത്. വിട്ട ലക്ഷണം കൊണ്ട് ജീവന്റെ ഉപാധികളെ നേരി ചെയ്ത് അതിന്റെ അവധിയിൽ പ്രകാശിച്ച കൂടസ്ഥനും, വിടാത്ത ലക്ഷണം കൊണ്ട് ഈശ്വരന്റെ ഉപാധികളെ നേരി ചെയ്ത് അതിന്റെ അവധിയിൽ പ്രകാശിച്ച ആ ബ്രഹ്മവും ഇവർ തങ്ങളിലുള്ള ഐക്യം പറഞ്ഞുകൊണ്ടാണ് അസിപദം ഐക്യം. ഇതിങ്ങനെയാണ് ഇത് അറിയുന്നത്. അപ്പൊ അതിനുള്ള വഴികളാണ് വേദം നമുക്ക് പറഞ്ഞു തരുന്നത്. നേരിട്ടെന്തോ പറഞ്ഞതുകൊണ്ട് ഉടനെ അങ്ങ് ഒരാൾ ധരിക്കാനോ മനസ്സിലായി എന്ന് പറയാനോ പറ്റില്ല. കാര്യം ഇത് മനസ്സിനും അപ്പുറപ്പെട്ടൊരു കാര്യമാണ്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതല്ല, ഇത് അനുഭവമാണ്. നമ്മുടെ നിത്യാനുഭവത്തെയാണ് വേദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിത്യാനുഭവം എന്നുള്ള മാനസികമായിട്ടുള്ള ഒന്നല്ല, മറ്റതെല്ലാം മാനസികമാണ്. ഈ പറഞ്ഞ ധ്യാനവും വ്യവഹാരങ്ങളും ഉള്ളത്തൊഴിലുണ്ടോ ഇതെല്ലാം മനസ്സിന്റെ തന്നെ അന്ധകരണത്തിന്റെ ചെയ്വികളല്ലയോ? അതുപോലെ പിന്നെ പരിപൂർണ പരമ്പൊരുളാനവർ വേറൊരു തൊഴിൽ ചെയ്വതുമുണ്ടോ? വാസ്തവത്തിൽ ആരുടെ ജ്ഞാനി എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അവർക്ക് ഇനി എന്തെങ്കിലും കിട്ടിയിട്ടൊരു ആനന്ദം ഇതിൽ ലഭിക്കേണ്ടതായിട്ടില്ല. അവര് പൂർണ്ണാനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ധരിക്കണം കേട്ടോ. കർമ്മം എതുവരെ ഉണ്ട്? പ്രാരബ്ധം തീരുന്നത് വരെ കർമ്മമുണ്ട്. സ്വാമി പറഞ്ഞു ഇതെല്ലാം ആ വിദേഹമുക്തി വരയ്ക്കും വീന്ത ചിതാവാസം ഇരിക്കും. വീന്ത ചിതാവാസം പോമളവും വ്യവഹാരം തുടരും. പക്ഷെ ആ വ്യവഹാരം ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അത് കർമ്മങ്ങളെ ഉണ്ടാക്കി വീണ്ടും ഒരു ജനനത്തെ ഉണ്ടാക്കുന്നതിന് പര്യാപ്തമുള്ളതല്ല. മനസ്സിലായില്ലേ? കർമ്മങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി ജന്മങ്ങൾക്ക് കാരണമായിരിക്കും. ഇതാണ് കർമ്മ വിത്തുകൾ. ഈ വിത്തുകൾ മുളയ്ക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർവ്വജന്മം ചെയ്ത കർമ്മങ്ങളിൽ പൂർവ്വജന്മം ചെയ്തതല്ല, നമ്മുടെ സഞ്ചിത കർമ്മത്തിൽ നിന്ന് ഏതാനും ഒരു അംശത്തെ ഈശ്വരൻ ഈക്ഷിച്ച് അതിരുന്ന് അനുഭവിക്കാൻ യോഗ്യമായ ഒരു ശരീരം, അത് ചിലപ്പോൾ മനുഷ്യ ശരീരമായിരിക്കും, ചിലപ്പോൾ മൃഗങ്ങളുടെ ശരീരമായിരിക്കും. അത് ശരീരം രണ്ടാമത്തെ കാര്യമാണ്. ആ കർമ്മങ്ങൾ അനുഭവിക്കാൻ യോഗ്യമായ ഒരു ശരീരം ഇതിൽ വന്നു ചേരും. ഇതങ്ങനെയാണ് ഈ സൃഷ്ടി ഇതിൽ നടക്കുന്നത്. അപ്പൊ പൂർവ്വജന്മത്തിലൊക്കെ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഭവിക്കുന്ന ഈ കർമ്മങ്ങൾ ആരും മുഖാന്തരമല്ല, ഈശ്വരനും ഇതിന് കാരണമല്ല. നമ്മൾ തന്നെ ചെയ്ത ഉജ്ജന്മ കർമ്മങ്ങളാണ്, സുഹൃത പുണ്യപാപങ്ങളാണ് ഈ അനുഭവമായിട്ടിരിക്കുന്നത്. പുണ്യം എപ്പോഴും സന്തോഷത്തെയും പാപം എപ്പോഴും ദുഃഖത്തെയും കൊടുത്തുകൊണ്ടിരിക്കും. ജ്ഞാനിയെ സംബന്ധിച്ച് ഈ പുണ്യപാപങ്ങൾ ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്. ആ പ്രാരബ്ധം ഇരിക്കുന്നതുവരെ ജ്ഞാനിക്ക് പുണ്യപാവങ്ങളുണ്ട്. പക്ഷെ ആ പുണ്യപാവങ്ങളിൽ ജ്ഞാനിയെ സംബന്ധിച്ച് എങ്ങനെയാണ് പുണ്യവും പാവവും എല്ലാം സമമായി പോയി. അവർക്ക് എപ്പോഴും എന്തിനും ആനന്ദം തന്നെ, സദാനന്ദ നിബന്ധനായിട്ടൊരു ജ്ഞാനി ഇതിൽ വർത്തിക്കും. കാരണം എന്താണ്? മനസ്സറ്റുപോയി. മനസ്സാണ് ഇതിനെ പുണ്യവും പാപവും ഒക്കെ എടുത്തിട്ട് ചകഞ്ഞിട്ട് ഇത് കൊള്ളാമെന്ന് കൊള്ളൂല, ഇങ്ങനെയുള്ള ദ്വന്ദ്വ ബുദ്ധികളൊക്കെ നഷ്ടപ്പെട്ടു പോയി അവർ.
അങ്ങനെ ഇരിക്കുന്ന ജ്ഞാനിയെ സംബന്ധിച്ച് ഈ കർമ്മങ്ങളെല്ലാം അവർക്ക് ബ്രഹ്മാനന്ദ രസമായി അനുഭവിക്കുമെന്ന് വേദം പറഞ്ഞിരിക്കുന്നു. ഇവരെങ്ങനെയാണ് ഈ കർമ്മങ്ങളെ അനുഭവിക്കുന്നത്? അദ്ദേഹത്തിന് ഈ കർമ്മങ്ങൾ സുഖദുഃഖങ്ങളെ കൊടുക്കൂലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, ഇത് സുഖത്തെയോ ദുഃഖത്തെയോ കൊടുക്കില്ല, ജ്ഞാനി ബ്രഹ്മാനന്ദ രസമായി ഇതിനെ അനുഭവിക്കും എന്ന് പറഞ്ഞു. വേദം പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ശ്രദ്ധയിലിരിക്കണം. ഇതെങ്ങനെയാണ് ഈ പറഞ്ഞതിൻ്റെ പ്രാക്ടിക്കലി എങ്ങനെയാണെന്നൊക്കെ നമ്മൾ തന്നെ നല്ല വിചാരം ചെയ്ത് അറിയണം. അങ്ങനെയാണ് 33-ാമത്തെ പദ്യം അവസാനിച്ചത്. ഇതിൽ വളരെ ക്ലാസിക്കലായിട്ടൊരു കാര്യം എഴുതിയിരിക്കുന്നതാണ് ഞാൻ ശ്രദ്ധയപ്പെടുത്തിയത്. വേറൊന്നുമല്ല, സ്വാമി പറയണം, ആരംഭത്തോട് തീരും വ്യവഹാരം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കരുതും ജ്ഞാനി ഒരു കർമ്മത്തിൽ ഇടപെട്ട് അതിൽ വ്യവഹാരം ഉണ്ടായി, പെട്ടെന്ന് തന്നെ വ്യവഹാരം ഇല്ലാതാക്കി കളയും ജ്ഞാനി എന്ന് വിചാരിക്കും. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാതെ രണ്ടാമത് പറഞ്ഞത് വലിയ വിചിത്രമായ ഒന്നാണ്. കാര്യം ഉரிய ധ്യാനവും വ്യവഹാരങ്ങളും ഉള്ളത്തൊഴിലല്ലോ, ഇതെല്ലാം അന്ധകരണത്തിന്റെ തൊഴിലുകളാണ്, ധർമ്മങ്ങളാണ്. അന്ധകരണ ധർമ്മത്തിൽ ജ്ഞാനി അതിൽ സംബന്ധിക്കുന്നുണ്ടോ? ഇല്ല. ജ്ഞാനിയെ സംബന്ധിച്ച് ഈ അന്ധകരണ തൊഴിലിൽ സാക്ഷിയായിട്ട് എപ്പോഴും ഇരിക്കുന്നു, താൻ സാക്ഷിയായിട്ടിരിക്കുന്നു എന്നുള്ള അനുഭവം. ഈ അനുഭവത്തെയാണ് ഒരു സമാധി ഉണ്ടായ ഒരാൾക്ക് ബോധിപ്പിക്കുന്നത്. സമാധി അനുഭവം എന്താണ് ചെയ്യുന്നത്? താൻ ഇതിനെല്ലാം സാക്ഷി എന്നുള്ള അനുഭവമാണ് അവിടെ. രണ്ട് സ്വാമി പറയുന്നതായിട്ടുണ്ട്, ഇത് പിരിഞ്ഞു നിൽക്കുമെന്ന്. ഇല്ല, വിഷയങ്ങളില്ലാതെ അല്ല, വിഷയങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ താൻ അതുമായിട്ട് ഒരു സംബന്ധവും ഇല്ലാതെ. അപ്പൊ എനിക്ക് ചോദിക്കുക, അപ്പൊ എന്താണ് സംബന്ധം? സംബന്ധം എന്ന് വെച്ചാൽ ഒന്നിനെ കാണുന്ന വഴി വികാരം ഉണ്ടാവുന്നതല്ല സംബന്ധം. അത് സംബന്ധപ്പെട്ടു എന്നുള്ളതിന്റെ കാരണം ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുമ്പോൾ അത് സംബന്ധിച്ചുള്ള വികാരം, ആ വികാരമാണ് മനസ്സിലെ രാഗദ്വേഷം മതമത്സരങ്ങളായിട്ട് നിൽക്കുന്നത്. ഇത് ഇല്ലെന്ന് കണ്ടാൽ വിചാരിച്ചോണം ആ വിഷയം അയാളെ ബാധിച്ചില്ല. ഞാനെ സംബന്ധിച്ച് ഈ വിഷയങ്ങൾ ഒന്നും ഇല്ലാതെയല്ല, പക്ഷെ വിഷയങ്ങളെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അവരെ ബാധിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ബാധിക്കാതിരിക്കുന്നതിന് അവർക്ക് എന്താണ് ഒരു പ്രത്യേക കവചം എന്ന് ചോദിച്ചു പറഞ്ഞു. ഒരു ഗുരുകവചം വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, സ്വാമി പറഞ്ഞു തന്നു. ഗുരുകവചം ഒന്നും വേറെ ഒന്നുമല്ല, ഈ ആത്മജ്ഞാനം തന്നെ. അവര് ജ്ഞാനലബ്ധരാണ്, അവര് ആരൂഢരാണ്. ആരൂഢർക്ക് ഇതൊന്നും ബാധകമല്ല. അവർക്ക് എന്തും ചെയ്യാം. അവരെന്ത് ചെയ്യുന്നതും ശിവൻ സ്വാമി വേറൊരു കാര്യം നമ്മളോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ഒരു തെറ്റുകൂടി ശരിയാവും. ഞാൻ ചെയ്യുന്ന നമുക്ക് തോന്നുന്ന ഒരു തെറ്റ് അത് ശരിയാണ്, ഈശ്വരന്റെ മുമ്പിൽ അത് ശരിയാണ്. കാരണം ഈ തെറ്റ് ശരിയൊക്കെ മാനസികമായിട്ട് ആ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ഇത് ശരി തെറ്റുകളായി അതിന്റെ ഫലത്തെ കൊടുക്കുന്നത്. ജ്ഞാനിയെ സംബന്ധിച്ച് സ്വാർത്ഥതയില്ല. അത് എന്ത് ചെയ്യുന്നതും ആ ഈശ്വരന്റെ ആനുകൂല്യത്തിലാണ്. ഈശ്വരാനുകൂല്യത്തിൽ നിന്ന് ചെയ്യണം. അതേ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാം അതിൻ്റെ മുമ്പിൽ ഈ അന്ധകരണം തൊഴിലുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതിനെ സംബന്ധിച്ച് ഇതിൽ ഒരു സംബന്ധമില്ലാതെ ഞാനി നിൽക്കും. ഞാനി എന്ന് പറഞ്ഞ വേറൊരാളല്ല, ഈ ആത്മാവിന്റെ പ്രകൃതത്തെ പറയാണ്. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു പ്രകൃതത്തെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു അഖണ്ഡ ബോധം ഇതിലുണ്ട്. ഇതിനെയാണ് ആരാய்ந்து പാർ മൈന്ദനെ. ഇതിന് ആരാய்ந்து പാർ മൈന്ദനെ എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും ഇത് വേറെ ഏതോ ഒരു സംഭവമാണെന്ന് വിചാരിച്ച ഒരു വിഷയമാണെന്നുള്ള രീതിയിൽ അതിനെ ആരാഞ്ഞു നോക്കും. അങ്ങനെയല്ല പറയുന്നു, ഇതിനെ ആരാഞ്ഞു ചെന്നാൽ അമൃതത്വം. അതിനെ കണ്ടവരാരുമില്ല. കാര്യം കാണാൻ അതൊരു വിഷയമല്ല, ഇത് താൻ തന്നെയാണ്, തൻ്റെ യഥാർത്ഥമാണ്. അതുകൊണ്ട് അതിനെ കാണാനല്ല, അത് തൻ്റെ നിത്യാനുഭവമായിട്ടിരിക്കുന്ന ഒരു പരമസത്തയാണ്. ഇതിനെയാണ് മഹത്തുക്കൾ ദർശിച്ച് ആരൂഢന്മാരായിട്ട് ഇതിലിരിക്കുന്നത്. ആരൂഢത്വം ഇതിൽ എങ്ങനെ വന്നു? അപരോക്ഷ ജ്ഞാനം ഉണ്ടായി. വേദങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു 9 ലക്ഷ്യമായി നില്ല്. അപ്പോഴേ ഈ പറഞ്ഞ ജീവോപാധികൾ നീക്കി ആ കൂടസ്ഥ ദർശനം ഇതിൽ വരും. അത് കഴിഞ്ഞ ഈശ്വരത്വം ഇതിൽ വരും. അതാണ് ജ്ഞാനികളെ സംബന്ധിച്ച് പറയുന്നെങ്കിൽ അവര് ഈശ്വരത്വം വന്ന നമ്മൾ തന്നെ.
ജീവന്മാര് തന്നെ. ഈശ്വരത്വം വന്നുപോയി. അതുകൊണ്ട് അവർക്ക് സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവും വന്നിരുന്നു. കാരണം ഓർമ്മിക്കണം, ഇവിടെ പ്രാരബ്ധം പൂർണ്ണമായി എരിയുന്നത് വരെ വിദേഹമുക്തി പര്യന്തം ഈ വ്യവഹാരം ഇതിലുണ്ട്. വ്യവഹാരം എന്താണ് മനസ്സിലാക്കുന്നത്? എന്തെങ്കിലും ചെയ്യുന്നതല്ല, അത് സംബന്ധിച്ച് ഉദയമാകുന്ന സുഖദുഃഖങ്ങളാണ്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതല്ല, അത് സംബന്ധിച്ച് മനസ്സ് വികാരപ്പെടുന്നതാണ്. മനസ്സിനെ സംബന്ധിച്ച് വികാരപ്പെടുകയാണെങ്കിൽ അതാണ് വ്യവഹാരം. ഒരു കർമ്മം ചെയ്യുന്നത് ഒരിക്കലും വ്യവഹാരമല്ല, വികാരത്തെ ഉണ്ടാക്കുന്നതല്ല. പക്ഷെ അതിന് മനസ്സ് കൂടെ ചെന്നിട്ട് അറിവില്ലായ്മയും കൂടെ കൂട്ടിക്കല കുഴച്ച് അതിനെ ഒരു പ്രോഡക്റ്റ് ആക്കി എടുക്കുമെങ്കിൽ അതാണ് ഈ പറയുന്ന സാധനം. അറിവില്ലായ്മയിൽ ചെയ്യുന്ന കർമ്മം ഇതുപോലെ വ്യവഹാരമായിട്ട് തീരും. അതിന്റെ മനസ്സിനെ ഇളക്കി അതെന്ത് ചെയ്യും? ആ വികാരത്തെ ഉണ്ടാക്കി എന്താണ് ചെയ്യുന്നത്? തന്റെ ആത്മാവിനെ മറച്ചു കളയും. ആ നിർമ്മല ബോധത്തെ ഇത് മറച്ചു കളയും. നിർമ്മലമാണ്, പരമനിർമ്മലമായും ആ മനസ്സിനെ മാറ്റിയാലല്ലാതെ അതിസൂക്ഷ്മമായിരിക്കുന്ന ഇതിനെ ദർശിക്കാൻ പറ്റില്ല. ഗുഹ്യാൽ ഗുഹ്യതമവും സൂക്ഷ്മാൽ സൂക്ഷ്മതമവും ശ്രുത്യാനുസാരിയുമായ പരിശുദ്ധ ചിന്താ പ്രവാഹത്തിന് മോക്ഷമെന്ന് പറയുന്നു. ഡെഫിനിഷൻ എങ്ങനെയുണ്ട്? ഗുഹ്യാൽ ഗുഹ്യതമവും സൂക്ഷ്മാൽ സൂക്ഷ്മതമവും ശ്രുത്യാനുസാരിയുമായ പരിശുദ്ധ ചിന്താപ്രവാഹത്തിന് മോക്ഷമെന്ന് പറയുന്നു. ഈ പരിശുദ്ധ ചിന്താപ്രവാഹത്തിന് നിലപ്പിച്ചു കളയാൻ മാത്രമേ ഈ വൈകാരികതയ്ക്ക് സാധിക്കൂ. ഈ വൈകാരികത അങ്ങനെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ടാണ് ഈ വൈകാരികതയിലുണ്ടായത്. ഈ വ്യവഹാരം, വൈകാരികത എന്ന് പറയേണ്ട ഈ വ്യവഹാരം ഇതിൽ എങ്ങനെ ഉണ്ടാവുന്നു? അറിവില്ലായ്മ കൊണ്ടാണ്. എന്താണ് വാസ്തവത്തിൽ ഈ ദൃശ്യപ്രപഞ്ചം ഒരു മായാ സൃഷ്ടിയാണ്. ഈ ദൃശ്യത്തെ പറ്റി പറയുന്നത് എന്താണ്? ദൃശ്യം ജഡം, ദൃഷ്ടാവ് ദൃശ്യം, ഇങ്ങനെ രണ്ടായിട്ടല്ലേ ഇതിനെ പറയണം. അതിൽ ദൃഷ്ടാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, ഇവിടെ ബ്രഹ്മത്തെയാണ് ദൃഷ്ടാവായിട്ട് പറയണമെങ്കിൽ ഈ ത്രിപുടി സംസ്കാരത്തിൽ നിൽക്കുന്ന എല്ലാം ദൃശ്യം തന്നെയാണ്. ഈ പറയുന്ന ചിതാഭാസനും ദൃശ്യം തന്നെയാണ്. ആർക്ക്? ആ യഥാർത്ഥ ബോധത്തിൽ ദൃശ്യമാണ് ഈ ചിതാഭാസം. അതുകൊണ്ടാണ് കാണുന്നവനും കാഴ്ച, കണ്ടറിവ്, ഈ മൂന്നുമായിട്ട് നിന്നുള്ള ഒരു സംസ്കാരമാണ് ഈ ലോകമായിട്ട് നിൽക്കുന്നത്. ആത്മാവിന് സാക്ഷിയാണെന്ന് അടിക്കടി വേദം പറഞ്ഞു കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ഇത് ആത്മാവിന്റെ തൊഴിലല്ല. ആത്മാവിന് ഇതിൽ ഒരു പങ്കുമില്ല. ഇനി ഇത് നടക്കുന്നതിന് ആത്മാവിന് എന്തെങ്കിലും കർത്തൃത്വമുണ്ടോ? അതുകൊണ്ടാണോ നടക്കുന്നതല്ല. ഒരു പ്രേരണയും ആത്മാവിനില്ല. ഇതിങ്ങനെ നടക്കുന്നു. അനാദിയായിട്ട് ഈ സംസ്കാരം ഇതിലിങ്ങനെ ഇരിക്കുന്നു. ഇതിന് സാക്ഷിയായിട്ട് താൻ ഇരുന്ന് കൊണ്ടിരിക്കുകയാണെങ്കിലും അതിനെ അറിയാതെ ഇരിക്കുന്നതിനാണ് അജ്ഞാനമായിട്ട് പറയുന്നത്. ഇതിനെ ഉണരാതിരിക്കുന്നത് അജ്ഞാനം. ഉണർന്നവർ ജ്ഞാനികളും. ജ്ഞാനിക്കും അജ്ഞാനിക്കായിട്ടുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇതിനെ ഉണർന്നവര് ജ്ഞാനികളും. ഇതിനെ അറിയാതെ ഇങ്ങനെ മൂഢമായിട്ടിരിക്കുന്നത് അവര് പറയുന്നത് സുഷുപ്തി പോലെ തന്നെ അവര് ഇപ്പോഴും ഇരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. സുഷുപ്തി പോലെ തന്നെ അവരിയ്ക്കുന്നു. അവരെ ഈശ്വരൻ ഉണർത്തി കിട്ടിയിട്ടും അവർ ഉണരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ സുഷുപ്തിയാണ് പറയുന്നത്. ഒരു മൂഢത, ഒരു ഇരുട്ട്, ഇങ്ങനെയാണ് ഈ പറയുന്നത്. കാരണം അവിടെ ചിന്തകളില്ല. അവിടെ ഈ ബുദ്ധി ഉപയോഗിച്ച് ഇതിനെ പരിശോധിക്കാനുള്ള ഒരു തുനിച്ചിലില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു നിലയാണ് സുഷുപ്തി. ഇതിനെ അജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനെയാണ് പറഞ്ഞുകൊള്ളത്. ഉரிய ധ്യാനവും വ്യവഹാരങ്ങളും ഉള്ളത്തൊഴിൽ അനുഭവം. ഇത് രണ്ടും ഉള്ളത്തൊഴിലുകൾ തന്നെയാണ്. പക്ഷെ അതിൽ ധ്യാനത്തിനൊരു മേന്മയും വ്യവഹാരത്തിനൊരു താഴ്മയും നീ പറഞ്ഞത് ചിന്തിച്ചാൽ വിരോധാഭാസം പോലെ എനിക്ക് തോന്നുന്നു എന്ന് വേണമെങ്കിൽ ഇതിൽ കൊള്ളിക്കാം. ഇതിൽ സ്വാമി പറയണത് ഇതെല്ലാം ആ
ത്രിപുടിയുടെ സംസ്കാരങ്ങളല്ലേ, അത് താനുമായിട്ട് എന്ത് ബന്ധം? താൻ ഇതിന് കേവല സാക്ഷിയാണ്, താൻ ഇതിൽ ചേരുന്നില്ല. പക്ഷെ തന്റെ മുന്നിൽ ഇതെല്ലാം നടക്കുന്നു. ഇതറിയണമെങ്കിൽ എന്ത് വേണം? ഈ സമാധി ഇതിൽ ഉത്ഭവിക്കണം, ഈ നിർവികൽപ്പ സമാധി ഇതിൽ വരണം. ഒരു പറഞ്ഞു നമുക്ക് എത്ര അവസ്ഥകൾ വന്നിട്ട് പോകുന്നു സുരേഷ്? ജാഗ്രാവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തിയാവസ്ഥ. ഈ മൂന്നവസ്ഥകളിലും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ സാക്ഷിയെ അറിയാൻ പറ്റാത്ത വിധത്തിലാണ് ഇരിക്കുന്നത്. തുര്യം എന്ന് വരട്ടെ, ഈ തുര്യാവസ്ഥയെ നമ്മൾ സൃഷ്ടിക്കണം. ബോധപൂർവം സൃഷ്ടിക്കുന്നതിനെയാണ് തുര്യം എന്ന് പറയുന്നത്. ഈ തുര്യം നിലനിന്നുകൊണ്ട് ഈ സമാധി അവസ്ഥയാണ്. ഈ സമാധിയിൽ എങ്ങനെയാണ് ഈ പറയുന്ന ദൃശ്യങ്ങളെല്ലാം ദൃഷ്ടാവുമായിട്ട് ഒരു ബന്ധമില്ലാതെ പിരിഞ്ഞിരിക്കുന്നതാണ്, അനുഭവിച്ചറിയാനുള്ളതാണ്. അതുകൊണ്ടാണ് ആ സമാധി ഉണ്ടാകട്ടെ എന്നുള്ള വിചാരത്തിലെ ഈ മഹത്തുക്കള് ഈ വേദം ഉപദേശിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിനെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിതാക്കാനൊന്നും ആർക്ക് സാധിക്കില്ല. അവനവൻ തന്നെ അവരുടെ ഹൃദയത്തിൽ ഇത് ഉണരണം. ആർക്കും പറഞ്ഞു കൊടുത്തോ അനുഗ്രഹിച്ചോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് സ്വാമി പറയും. പണ്ട് കാലങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു. സ്വാമി ഒന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാൽ മതിയുള്ള സ്വാമി. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പണ്ട്. അപ്പോഴാണ് സ്വാമി പറഞ്ഞു, അതെങ്ങനെ പറ്റും? നിങ്ങളുടെ അജ്ഞാനത്തെ നിങ്ങൾ തന്നെ നീക്കണം. വാസ്തവത്തിൽ അജ്ഞാനം എന്നുള്ളത് എന്തോ ഒരു മൂഢഭാവമാണ്. ആ മൂഢതയെ വേറെ ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? അവനവൻ തന്നെ ശ്രമിക്കണം. അവനവൻ തന്നെ ശ്രമിച്ച് ആ മൂഢതയെ മാറ്റിയാൽ പൃഥക്കായിട്ട് ഈ ആത്മാവ് വിളങ്ങുന്നതറിയാം. താൻ ആത്മസ്വരൂപമാണെന്നുള്ള സാക്ഷാത്കാരം ഞാനും ഇതിൽ വരും. ഈ സാക്ഷാത്കാരത്തിന് തടസ്സം വേറൊന്നുമല്ല, ഈ വ്യവഹാരമാണ്. വ്യവഹാരത്തിന് വേറൊരു അർത്ഥം നമ്മൾ പറഞ്ഞു. എന്തിനാണ്? മനസ്സിന്റെ വൈകാരികത. അതാണ് ഏകദേശം മതമത്സരങ്ങളായി നിൽക്കുന്നത്. എപ്പോഴും നമുക്ക് എപ്പോഴും ഇത് നമ്മുടെ ബന്ധമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇവർ നമ്മളെ ജ്ഞാനത്തെ കവർന്ന് നിൽക്കുകയാണ്. ശങ്കരഭഗവത്പാദർ പറഞ്ഞു, കാമക്രോധഞ്ച ലോപഞ്ച ദേഹേ ദിഷ്ടന്തി തസ്കരാഹ ജ്ഞാനരത്നാപകാരായ തസ്മാ ജാഗ്രത ജാഗ്രത. ഒന്നും പറഞ്ഞില്ല, വ്യവഹാരം ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. കാമക്രോധഞ്ച ലോപഞ്ച, ഇതാണ് മനസ്സിന്റെ ചിത്തവൃത്തികളെന്നാണ് പറയുന്നത്. 16 ചിത്തവൃത്തികളാണ് മനസ്സിനുള്ളത്. ഇതിൽ 13 എണ്ണവും ത്യജിക്കേണ്ടതാണ്. 3 എണ്ണത്തിനെ സൂക്ഷിക്കാം. ഇച്ഛ, ശ്രദ്ധ, ഭക്തി. ഈ 3 വൃത്തികളെ നമുക്ക് വിടണ്ട. ഇച്ഛയാണ് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്നത്. ഇച്ഛ, അതിൽ പുണ്യഭാവങ്ങൾ ഉണ്ടാവുന്നില്ലെന്നാണ് വേദം പറയുന്നത്. രണ്ടാമത് ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഗുരുവേദാന്ത ശാസ്ത്രങ്ങളിൽ വച്ചിരിക്കുന്ന പ്രിയം, അമിത പ്രിയം എന്ന് വേണം പറയാം. പ്രിയം എല്ലാവർക്കും ഉണ്ട്, മക്കളോടുണ്ട്, പണത്തോടൊക്കെ പ്രിയമുണ്ട്. അതല്ല, അമിത പ്രിയം. ഗുരുവേദാന്ത ശാസ്ത്രങ്ങളിൽ വരുന്ന രതിക്ക് ശ്രദ്ധ എന്ന് പറയും. ഭക്തി എന്ന് പറയുന്നത് ആത്മാനുസന്ധാനം, ഭക്തി, രക്തി, വിധീയത. ഈ 3 വൃത്തികൾ ഒഴിച്ച് ബാക്കിയുള്ള 13 ചിത്തവൃത്തികളെയും എണം ചെയ്യണമെന്നാണ്. ആര്? മുമുക്ഷുക്കളായവർ എണം ചെയ്യണം. ഇത് അജ്ഞാന പ്രകടനത്തില് സ്വാമി എഴുതി വെച്ചിരിക്കുകയാണ്. ശ്രീ രാമാനന്ദ ഗുരുദേവൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഇവര് നിരേതുകമായി എണം ചെയ്യണോ? നിരേതുകമായി എണം ചെയ്യണം. അർത്ഥം എന്തിനാണ് നിരേതുകമായി എണം ചെയ്യണമെന്ന് വെച്ചാൽ? എന്തെങ്കിലും ഒരു കാരണം കൊണ്ടല്ല ഇതിനെ എണം ചെയ്യേണ്ടത്. ഒരു ഹേതു വേണ്ട. ഒരു ഹേതുവിനെ കൊണ്ട് എണം ചെയ്യുന്ന വിധത്തിലാവരുത്. ഇത് നിരേതുകമായി എണം ചെയ്യണം. ആര്? ഈ മുമുക്ഷുക്കൾ. അത്രയ്ക്കും ദോഷം നമുക്കിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായിക്കോളും. കാരണം ഈ വ്യവഹാരമൊക്കെ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മനസ്സിന് ആ സൂക്ഷ്മതയൊക്കെടുത്തി തന്റെ യഥാർത്ഥ സ്വരൂപത്തെ വിളക്കി അറിയാൻ അനുവദിക്കാൻ നിർത്തിയിരിക്കുന്നത്. അതാണ് നിർവികൽപ്പ സമാധി വരണില്ലല്ലോ. ഈ നിർവികൽപ്പ സമാധി വരുത്തേണ്ടുന്ന ആവശ്യകതയാണ് ഇവിടെ പറഞ്ഞത്. അല്ലാതെ ആത്മാവിനെ പുനഃസ്ഥാപിക്കുകയല്ല. ഈ നിർവികൽപ്പ സമാധി ഇതിൽ സംഭവിക്കാതിരിക്കാൻ കാരണം ഈ വൈകാരികമായ മനസ്സ് തന്നെ, മനസ്സിന്റെ വിക്ഷുബ്ധതയാണ്. ഇതിനെ കെടുത്തി ആത്മബോധം ഇതിൽ പ്രകാശമായാൽ അവർ പറയുന്നു, ഇത് എന്ത് നടക്കട്ടെ, അതിലെന്ത് കുഴപ്പം? തനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. താമരയിലെ തണ്ണീർപ്പോൾ ജഗത്തോടും കൂടി വാഴുക.
ഊമരും അവർ ഉണർത്തുവകയാൽ ജീവൻ മുക്തർ. ജീവൻ മുക്തന്മാർ എങ്ങനെ വേണമെങ്കിലും ഇരിക്കും. കാരണം അവരെ സംബന്ധിച്ച് ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല. ഇന്നലെ അപ്പോൾ ആ പദ്യം അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം പുതിയൊരു പദ്യത്തിലേക്ക് സ്വാമി വരികയാണ്. 34. ഉത്തമ ഗുരുവേ ആരൂഢരുമായൊരു തൊഴിലറ്റവരുൾ ചിത്തമടങ്കു ധ്യാനാദികൾ ചിലർ ചെയ്വത് ഏതെണ്ടായാൽ ഉത്തലമരുവും പിരാരത്തത്തിരുവെപ്പടി അപ്പടിയെ മുത്തരും വെകുവിധമാകുമെൻപതും മുന്നേ ചൊന്നേനെ. ഉത്തമ ഗുരുവേ ആരൂഢരുമായൊരു തൊഴിലറ്റവരുൾ ചിത്തമടങ്കു ധ്യാനാദികൾ ചിലർ ചെയ്വത് ഏതെണ്ടായാൽ ഇത്തലമരുവും പ്രാരത്തപ്പിരിവെപ്പടി അപ്പടിയെ മുത്തരും വെകുവിധമാകും என்பതും മുന്നേ ചൊന്നേനെ. ഉത്തമ ഗുരുവേ, ബോധക ഗുരു മുതലായവരിൽ വച്ച് ഉത്തമമായ വിഹിത ഗുരുവേ, ഉത്തമമായ വിഹിത ഗുരുവേ, ആരൂഢരുമായി സ്വരൂപത്തിൽ നിൽക്കുന്നവരും ദൃശ്യത്തിൽ വീഴാത്തവരുമായി. അതാണ് അതിന്റെ അർത്ഥം. ആരൂഢരെന്ന് വെച്ചാൽ സ്വരൂപത്തിൽ തന്നെ നിൽക്കുന്നവരും ദൃശ്യത്തിൽ വീഴാത്തവരും. ഒരു തൊഴിലറ്റവരുൾ ഏതൊരു തൊഴിലും തനിക്ക് വേണമെന്നില്ലാതെ ഒഴിഞ്ഞ് കൃതകൃത്യന്മാരിൽ ചില പേർ ചിത്തമടങ്കു ധ്യാനാദികൾ മനസ്സ് നശിക്കുന്നതിനുള്ള ധ്യാനം മുതലായ ഉപായങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏനെന്റാൽ എന്ത് കാരണമെന്ന് നീ സംശയിക്കുന്നു എങ്കിൽ ഇത്തലമരുവും ഈ ലോകത്തിൽ അവരവർക്ക് അനുഭവിക്കാനുള്ള പ്രാരബ്ധ പിരിവെപ്പടി അപ്പടിയെ പ്രാരബ്ധ ഭേദം എങ്ങനെയോ അപ്രകാരം മുക്തരും ജീവൻ മുക്തന്മാരും വെകുവിധമാകുമെന്നതും അനേക പ്രകാരമായി വ്യവഹാരങ്ങൾ ഉള്ളവരെന്നത് മുന്നേ ചൊന്നേനെ മുൻപ് പടലത്തിൽ തന്നെ 97-ാം പദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞ ഇതാണ്, ജ്ഞാനികളില് എല്ലാവരും ഒരുപോലെ അല്ല. നമുക്കതന്നെ അറിയാം. ഓരോരുത്തരും ആ ജ്ഞാനം സിദ്ധിച്ച ശേഷം ഓരോരുത്തരും ഓരോ രൂപത്തിൽ. ചിലർ മിണ്ടാതെ ഇരുന്നുള്ളത്, ചിലരാണെങ്കിലോ ഒരു ഇഷ്ടം പോലെ ശിഷ്യന്മാരെ സ്വരുക്കൂട്ടി അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ചിലർ നടന്നുകൊണ്ടേയിരുന്നു, ചിലര് ധ്യാനാദികളിൽ മുഴുകി എപ്പോഴും ഇരുന്നു. ഇങ്ങനെ പല പല രൂപത്തിൽ ഇരിക്കുന്നതെല്ലാം എങ്ങനെയാണ്? ഇവർ ജ്ഞാനികളല്ലാത്തത് കൊണ്ടല്ല, എല്ലാം ജ്ഞാനികൾ തന്നെ. പക്ഷെ അവരുടെ പ്രാരബ്ധം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് അവരിയ്ക്കുന്നതെന്ന് മനസ്സിലാക്കണം. പ്രാരബ്ധം എങ്ങനെയോ അങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ വേറൊരു തകരാറ് വരും. പക്ഷേ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു കുറ്റവുമില്ല. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു കുറ്റവുമില്ല. കാരണം അവര് ഇതിൽ നിന്ന് വേർപെട്ട് ആത്മാവാണെന്ന് സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇതെല്ലാം അന്ധകരണത്തിന്റെ ചേലുകളാണ്, അന്ധകരണ തൊഴിലുകളാണെന്ന് വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞു. അവരിതിൽ പിരിഞ്ഞു, നമ്മൾ പറഞ്ഞ പിരിഞ്ഞ് നിന്നതാണ്. അങ്ങനെയല്ല, അവർ വാസ്തവത്തിൽ എപ്പോഴും പിരിഞ്ഞ് തന്നെയാണ്, ആത്മാവിൽ പിരിഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ബോധമുണ്ടായി, അങ്ങനെ നിൽക്കുന്നതിൽ ബോധമുണ്ടായി എന്നാണ്. ഇങ്ങനെയാണ് പോലും ഈ മുക്തരുടെ ഇടയിൽ, മുക്തർ എന്ന് വെച്ചാൽ ഈ ജീവൻ മുക്ത പുരുഷന്മാരുടെ ഇടയിലും വ്യത്യസ്തരായ ആളുകൾ കാണപ്പെടുന്നത്. നമുക്ക് തന്നെ അറിയാം, മാധവാനന്ദ സ്വാമിയുടെ പ്രകൃതമല്ല നമ്മുടെ പരമേശ്വരൻ സ്വാമി, ആ പ്രകൃതമല്ല ചിന്മയാനന്ദ സ്വാമി, ഈ ഒരു പ്രകൃതമല്ല ചിത്പ്രകാശാനന്ദ ഗുരു. ഇതൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ പറയാം. നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ സ്വഭാവങ്ങളാണ്. ചിത്പ്രകാശാനന്ദ ഗുരുദേവൻ ഒടുവിന് വരെയും ശരീരത്തിൽ അല്പമെങ്കിലും ശക്തിയിൽ നിന്ന് വയ്ക്കാൻ കഴിയുന്ന സമയം വരെയും അവിടെ വന്ന് ഓം വടവിടവിശവീവേവു വിഭാഗേ ദിശന്നം, അത് എങ്ങനെയാണ് പാടുന്നതെന്ന് വെച്ചാൽ ബഹുരസം. ഓം വടവിടവിശവീവേ, അപ്പോൾ മറ്റൊരു ഏറ്റുപാടും. മനസ്സിലായില്ലേ? ഇങ്ങനെ പാടി ആ വാർദ്ധക്യ കാലങ്ങളിൽ മാധവാനന്ദ സ്വാമി പൂജയുടെ ആ ഭാഗത്ത് പോലും അടുത്തിരുന്നില്ല, അടുത്ത് പോലും പോകില്ല. മണിയടിക്കുന്ന സമയത്ത് അദ്ദേഹം റൂമിൽ കിടന്നതായി. അല്ല, ഞാൻ പറയുന്നത് വ്യത്യസ്തരായ ജ്ഞാനികളാണ് ചിന്മയാനന്ദ സ്വാമികള്. എല്ലാത്തിനും ഭാഗഭാക്കാവും,
എല്ലാം ആയിട്ട് നിന്നു, എല്ലാവർക്കും ഉപദേശങ്ങൾ കൊടുത്തു. ഈ ഉപദേശം കൊടുത്താൽ പുണ്യം പോകും കേട്ടോ. അങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന ആളുകളുണ്ട് പിള്ളേരുടെ. അയ്യോ അങ്ങനെ ചെയ്യരുത്, ഒരു അത്രയും പോകും. അങ്ങനെ പുണ്യം പോകുമെന്നോ പുണ്യം വരുമെന്നോ ഒന്നും നോക്കാതെ അതിനുശേഷം ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്നവരെല്ലാം വിളിച്ച് ഉപദേശിച്ചു. അപ്പൊ അദ്ദേഹം അവർക്ക് ആളുകൾ പറഞ്ഞു ആ പുണ്യം പോണെങ്കിൽ പോട്ടെ. ഓരോ പ്രകൃതങ്ങളാണ് കൃഷ്ണ. ഒരു ധൈര്യം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായിക്കൊള്ളണം അതിലെന്തോ അങ്ങനെ ഒരു കർമ്മം അവിടെ കിടക്കിയത്. അതുകൊണ്ടാണ് ആ ധൈര്യം നിലനിർത്തിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ഗുരുദേവ് ശ്രീരാമാനന്ദ ഗുരുദേവ് വ്യത്യസ്ത നിലയാണ്. ഇപ്പൊ മുന്നിൽ പറയുന്ന ആൾക്ക് പൂന്തസ്വാമി ഒരു വ്യത്യസ്ത നിലയാണ്. ഇവരെല്ലാം മഹാജ്ഞാനികളാണ്. എന്തുകൊണ്ട് വ്യത്യസ്തത വന്നു? പ്രാരബ്ധ ഹേതുവാണ്. പക്ഷെ ഈ പ്രാരബ്ധ ഹേതുവായിട്ട് അങ്ങനെ ഒരു വ്യത്യസ്തത വന്നാലും അവര് തങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ പറയുന്ന ആളുകൾ തങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. കാരണം എന്താ? അവർ ആത്മസ്വരൂപങ്ങളാണ്. അവർക്ക് ചിന്മാനന്ദൻ പിന്നെ ചിപ്രകാശാനന്ദനെന്നോ മാധവാനന്ദനെന്നോ അങ്ങനെ ഒരു പേരും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അവരെല്ലാം ആത്മസ്വരൂപങ്ങൾ. ആ നിലയിലേക്ക് അവരറിഞ്ഞു. ആ പ്രാരബ്ധം അവസാനിക്കുമ്പോൾ അവരുടെ നില അതാണ്. എവിടെ നിന്നാണോ വന്നത് അവിടെ തന്നെ പോയി ചേർന്നു. ഉത്ഭവിച്ച് വന്നെടുത്ത് തന്നെ ചേർന്നു. നമ്മളെങ്ങനെയാണ്? ഇതൊരു പറയും, കൊടുമുടികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നിമിഷം പ്രതി താഴോട്ട് 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 പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് അജ്ഞാനികൾ പതിക്കുന്നത്. എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഈ നദി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? കൊടുമുടിയിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ആ കൊടുമുടിയിൽ കൊണ്ട് ഇതിനെ ചേർക്കണം. ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. പറയാൻ വലിയ ഭയങ്കര ടാസ്ക് ആണെങ്കിലും ഇത് അനുഷ്ഠിച്ചാൽ നിസ്സാരമായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊക്കെ ഓർമ്മിച്ചോളണം, മനസ്സ് പിന്നെ സത്യബുദ്ധിയോടുകൂടി മനസ്സിനെ പ്രവർത്തിപ്പിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ അടിക്കടി താഴോട്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു അനുഷ്ഠാനം അണകെട്ടി നിർത്തുന്നെന്നാണ് പറഞ്ഞത്. അനുഷ്ഠാനം കൊടുക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ നദിയെ അണകെട്ടി. ആരാണ്? ഒരു മഹാഗുരു. എന്നിട്ട് എന്താണ് ചെയ്യണത്? ശ്രീനി ഇവിടെ നിന്ന് ഈ നദിയിലേക്ക് തിരിച്ച് പഴയ സ്ഥലത്തോണ്ട്, അതാണ് പണ്ടേ കണക്ക് വരുവാൻ എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിൽ ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണോ ഉത്ഭവിച്ചത് അവിടെ കൊണ്ട് ചേർക്കണം. ഇതാണ് ടാസ്ക്, ഇതാണ് ജ്ഞാനം. അതുകൊണ്ടാണ് ഒരു പരിധിവരെ നമുക്കൊരു അണകെട്ടി നിർത്തി അങ്ങനെ ഒരു ഉപായത്തിൽ നിന്ന് വരുമ്പോഴും അഹങ്കാരം വരാം. പൊട്ടിച്ചെടുത്ത് കളഞ്ഞിട്ട് പോകുന്നവർ എത്ര പേരുണ്ട്. മനസ്സിലായിക്കൊള്ളണം, അയ്യോ ഒരു ജീവനെ ഉദ്ധരിക്കാനായിട്ട് നമുക്കൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു, ഇനി ഇതിൽ നിന്ന് അധപ്പതനം പാടില്ല എന്ന് കരുതി അവര് ശ്രദ്ധയോടെ എന്തെല്ലാം വൈഷമ്യങ്ങളുണ്ടായാലും, വൈഷമ്യങ്ങളെ ഉള്ളൂ ജീവിതത്തിൽ. ഏതെങ്കിലും ഒരു സുഖകാര്യം പറയാനുണ്ടോ ജീവിതത്തിൽ? ഒന്നുമില്ല ശ്രീനി, ആർക്കുമില്ല പറയാൻ. എല്ലാം വ്യാമോഹങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയണം. ലാസ്റ്റ് എല്ലാം നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ്. അതിൽ സുഖമുണ്ട്, അതിൽ സുഖം തരും, ഇതിന് സുഖമാണ്, ഇതൊക്കെ വിശ്വസിച്ച് പെരുമാറിയത് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഒന്നിലും ശാശ്വതമായി സുഖമില്ല. ഈ തിരിച്ചറിവാണ് ആത്മാവിലേക്ക് തിരിയാൻ. ഇതാണ് ടേണിങ്. ആ ടേൺ ചെയ്ത് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞ് ബ്രഹ്മാനന്ദത്തിൽ തന്നെ ഇരിക്കാൻ സാധിക്കുന്നവരാണ്. അതുവരയ്ക്കും ഇങ്ങനെ പതറി ഓടിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഈ നദി താഴോട്ട് വരണമെന്ന് പറഞ്ഞത്. ഇതാ, ഇങ്ങനെയാണ് മഹത്തുക്കളുടെ ഇടയിലും വ്യത്യസ്തരായ ആളുകൾ കാണുന്നത്. പറയുന്നു, വെകുവിധമാകും என்பതും നീ അറിവാൻ. നേരത്തെ പറഞ്ഞു തന്നു 95ാമത്തെ പദ്ധതിയിൽ ഇതിനെപ്പറ്റി സ്വാമി നന്നായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. എങ്കിലും ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രം. 35 നല്ലവനെ കേളു ഉലകുപകാരം ജ്ഞാനികൾ വിപകാരം. അല്ലാതെ വേറൊരു പെറുപേറും ഇല്ലേ ആദരിനാൽ പിണിയുമില്ലേ. அதனால் பிணியுமில்லை. വല്ല ചിരിട്ടി മുതൽ പല തൊഴിലാൽ വരും പുണ്യ പാപം എല്ലാവർക്കും അനുഗ്രഹം ചെയ്യും ഈശൻ അടൈന്തിലനെ.
നല്ലവനെ കേൾ ഉലകുപകാരം ജ്ഞാനികൾ വിവകാരം, അല്ലാതെ വേറൊരു പെറുപേറും ഇല്ലേ, அதனால் പിണിയുമില്ലേ. വല്ല ചിരുട്ടി മുതൽ പല തൊഴിലാൽ വരും പുണ്യപാപം, എല്ലാവർക്കും അനുഗ്രഹം ചെയ്യും ഈശൻ അടൈന്തിലനെ. നല്ലവനെ കേൾ, സാധുവെ കേൾക്കുക. ജ്ഞാനികൾ വ്യവഹാരം, ജ്ഞാനികൾ ചെയ്യുന്ന വ്യവഹാരങ്ങളെല്ലാം ഉലകുപകാരം, ലോകത്തിന് ഉപകാരമാകുന്നു. അതല്ലാതെ വേറൊന്നല്ല. അതിനാൽ ആ വ്യവഹാരത്താൽ വേറൊരു പെറുപേറും ഇല്ലേ, അടയേണ്ട ലാഭം ഒന്നുമില്ല അവർക്ക്. അതിനാൽ അടയേണ്ട ലാഭം ഒന്നുമില്ല, പിടിയുമില്ലേ, അത് സംബന്ധിച്ചു അവർക്ക് ദുഃഖവുമില്ല. ജ്ഞാനികൾ ചെയ്യുന്ന വ്യവഹാരങ്ങളാൽ അവർക്ക് ഇൻപതുன்பങ്ങൾ ഉണ്ടാകുന്നില്ല. അതെങ്ങനെയെന്നാൽ വല്ല ചിരുട്ടി മുതൽ പല തൊഴിലാൽ, സൃഷ്ടി മുതലായ അനേക കൃത്യങ്ങളാൽ വരും പുണ്യഭാവം, വന്നു ചേരുന്ന ധർമാധർമ്മങ്ങളെ എല്ലാവർക്കും സർവജീവന്മാർക്കും അനുഗ്രഹം ചെയ്യും. മക്കളുടെ അടുത്ത അമ്മയെപ്പോലെ കൃപ ചെയ്യും. ഈശ്വരൻ അടയുന്നില്ലനെ, ഈശ്വരനെ പോലെ എല്ലാവർക്കും കൃപ ചെയ്യും ഈശ്വരനെ പോലെ എന്നാണ്. അഹിതതിഥി തിരോഭാവങ്ങളാൽ ഉണ്ടാകുന്ന പാപത്തെയും ഹിതതിഥി സൃഷ്ടി അനുഗ്രഹങ്ങളാൽ വരുന്ന പുണ്യത്തെയും ഈശ്വരൻ അടയാത്തതുപോലെ ജ്ഞാനി ലോകാനുഗ്രഹ സംഗ്രഹാർത്ഥം പുറത്തെ ക്രിയകളെ ചെയ്താലും അകത്ത് ചെയ്യുന്നവനായ ഇല്ല. അതിനാൽ ലാഭനഷ്ടങ്ങളെ അടയുന്നില്ലെന്നർത്ഥമാകുന്നു. കാരണം അതിനെ സംബന്ധിച്ച് നീ ചെയ്താലും അകത്ത് അവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇത് സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. ഇങ്ങനെയാണ്. ഇനി ജ്ഞാനിയുടെ വ്യവഹാരത്തെ പറ്റി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഈ ജ്ഞാനികള് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അല്ല കർമ്മം ചെയ്യുന്നത്, മറിച്ച് ലോകോപകാരപ്രദമായാണ് കർമ്മം ചെയ്യുന്നത്. അപ്പൊ ലോകോപകാരപ്രദമായി ചെയ്യുന്ന കർമ്മങ്ങളെ തനിക്ക് എങ്ങനെ ബാധിക്കും? ഒരു പട്ടാളക്കാരൻ ഒരാളിനെ കൊന്നാൽ വീരസ്വർഗം, ഒരാളിനെ കൊന്നാൽ പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇതൊരു ബ്രഹ്മഹത്യാദി പാപം. ഇതുപോലെയാണ്. കാരണം ആ ആള് ചെയ്യുന്നത് സ്വാർത്ഥതയിലിരുന്നാണ്. പട്ടാളക്കാരൻ ചെയ്തതോ ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്തത്. ഈ വ്യത്യാസത്തിലാണ് ഈശ്വരനും ജീവന്മാരുമായിട്ട് കർമ്മം ചെയ്യുന്നതിൽ വരുന്ന താരതമ്യം. അതുകൊണ്ട് ഒരു ജ്ഞാനി ചെയ്യുന്ന കർമ്മം, ജ്ഞാനി എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടില്ല, നിശ്ചയിച്ചോർക്കുമ്പോളൊന്നു തന്നെ. ഇതൊക്കെ ഈശ്വരൻ എന്ന് പറയണത് ഗുരു എന്ന് പറയുന്നത് രണ്ടായിട്ടുള്ള കാര്യമല്ല, അത് ഒന്ന് തന്നെ. ഈശ്വരൻ ചെയ്യുന്നത് പറയുന്നത് ഗുരു ചെയ്യുന്നത് പറയുന്നത് ഒന്ന് തന്നെ. ഗുരു ചെയ്യുന്നത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, അത് ലോകോപകാരപ്രദമായി ചെയ്യുന്ന കർമ്മങ്ങളായതുകൊണ്ട് ആ കർമ്മങ്ങളൊന്നും അദ്ദേഹത്തിന് പുനരാവർത്തി, അതായത് ഇനിയും ജനിക്കുന്നതിന് കാരണമാകുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ. ഈശ്വരനും അവനാകും, പല ജീവനും നാനാ ജീവന്മാരും അവനാകും. ഉലകെല്ലാം ഇതിന്റെ വായിച്ചു 35. അപ്പൊ ക്രിയകളെ ചെയ്താൽ അകത്ത് ചെയ്യുന്നവനായല്ല, അതിനാൽ ലാഭനഷ്ടങ്ങളെ അടയുന്നില്ലെന്നർത്ഥമാകുന്നു. ഇങ്ങനെയാണ് ജ്ഞാനി ആ ഗുണദോഷ ഫലങ്ങളെ, ആ കർമ്മത്തെ വഹിക്കുന്നില്ല എന്ന് പറയാൻ കാരണം. പല രൂപത്തിൽ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു തരണമെന്ന് ചോദിച്ചാൽ ഇതിന്റെ ആ യുക്തി നമുക്ക് കിട്ടണം. അതില് വേറൊരാള് ഒരു ജ്ഞാനിയെ പറ്റി വിലയിരുത്താനല്ല ഇതിന്റെ ഉദ്ദേശം.
നമ്മൾ തന്നെ നമ്മൾ സ്വയം വിലയിരുത്താനാണ്. ഇതെല്ലാം വേറൊരാളിൽ പരീക്ഷിക്കാൻ വേണ്ടിയല്ല ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അവരവരെ പരീക്ഷിക്കണം. അതിന് വേണ്ടിയിട്ടാണ് മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റതെല്ലാം തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു 36 ഈശ്വരമായ അരുവായി ഉരുവായി എഴുന്തരളും ഗുരുവേ ഈശ്വരം ജ്ഞാനിയും ഒപ്പൻതീരിൽ എപ്പടി ഒപ്പൻ്റെ ഈശ്വരം ജ്ഞാനിയും മമതയെ അകന്തെ ഇവൻ്റെതിനാൽ ഒപ്പാം ഈശ്വരമാം പല ജീവനുമാം ഉലകമെല്ലാം ഇവനാമേ. നല്ല പദ്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാതെ പോകുന്നുണ്ട്. മുമ്പത്തേലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് ഇനി. എന്നാൽ ഇത് വഴി നമുക്ക് നോക്കാം. എന്തായാലും ഈ പദ്യത്തിൽ ഇതാണ് പറയുന്നത്: ഈശ്വരനുമായ അരുവായി ഉരുവാകി എഴുന്തരളും ഗുരുവേ ഈശ്വരനും ജ്ഞാനിയും ഒപ്പൻ തീരെ എപ്പടി ഒപ്പൻ്റെ ഈശ്വരനും ജ്ഞാനിയും മമതയെ അകന്തേ ഇവൻ്റെതിനാൽ ഒപ്പാം ഈശ്വരമാം പല ജീവരുമാം ഉലകെല്ലാം ഇവനാമേ. വ്യാഖ്യാനം: അരുവായി പരമാർത്ഥത്തിൽ രൂപരഹിതമായ അറിവ് രൂപമായി ഇരിക്കുന്ന രീതിയിൽ ഇരുന്നും കൊണ്ട് ഈശ്വരനുമായി മായയാൽ ജഗത് സൃഷ്ടിക്ക് കാരണമായ ഈശ്വരനുമായി ഉരുവാകി സൃഷ്ടികളെ രക്ഷിക്കുന്നതിന് കാരുണ്യത്തിന് തിരുവുരുവായി രൂപമായി എഴുന്നരളും ഗുരുവേ എഴുന്നരളിയ അല്ലയോ ഗുരുവേ ഈശ്വരനും ജ്ഞാനിയും ഒപ്പൻതീരെ സമമായവരെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. എപ്പടി ഒപ്പൻ്റാൽ എങ്ങനെയാണ് സമമാകുന്നതെന്ന് നീ കേൾക്കുകയാണെങ്കിൽ ഈശ്വരനും ജ്ഞാനിയും മമതൈ അകന്തൈ ഇകന്തതിനാൽ ഒപ്പാം. ഈശ്വരനും ജ്ഞാനിയും മായാ അവിദ്യകളിലും അവകളുടെ കാര്യങ്ങളിലും മമതത്വാഭിമാനവും അഹന്താഭിമാനവും വിട്ടിരിക്കുന്നതിനാൽ സമന്മാരാണവർ. ഈ ജ്ഞാനിയായ ഇവൻ ഈശ്വരനോട് മുമ്പ് പറഞ്ഞതുപോലെ സമമായത് കൂടാതെ ബ്രഹ്മവിത് ബ്രഹ്മമേ എന്ന ശ്രുതിയാൽ ബ്രഹ്മത്തിൽ അധ്യസ്ഥമായ ഈശ്വരനും അവനാകും. പല ജീവരുമാം നാനാ ജീവന്മാരും അവനാകും. ഉലകെല്ലാമാം ലോകമെല്ലാം താനായി. ഇങ്ങനെയാണ് പറയണ. അധിഷ്ഠാനത്തെ വിട്ടു വേറൊന്നല്ലെന്നറിയുക. അധ്യസ്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കയറിൽ പാമ്പെന്ന് പറയുമ്പോൾ ആ കയറാണ് അധിഷ്ഠാനം. അധിഷ്ഠാനത്തെ വിട്ടൊരു അധ്യസ്ഥത്തിന് സാധ്യതയില്ല. അതിൽ തോന്നിയതാണ് പാമ്പ്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ആ പാമ്പ് തോന്നിക്കൊണ്ടിരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കയറാണ്. അതുപോലെ യഥാർത്ഥത്തിൽ ഇതിൽ തോന്നിയിരിക്കുന്ന നാമരൂപങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വാസ്തവത്തിൽ ബ്രഹ്മം തന്നെയാണ് പറയുന്നത്. വലിയ ലോജിക്കാണ്, അവരുടെ ലോജിക്കാണ്. എന്തോ ഒന്ന് തോന്നിയില്ലേ, അത് കയറാണെന്ന് അറിയാതെ വന്നപ്പോൾ അതിൽ പാമ്പെന്നുള്ള ഒരു അധ്യസ്ഥ ഉണ്ടാവേണ്ടി ചെയ്ത, പാമ്പെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവേണ്ടി ചെയ്തു. പക്ഷെ ആ എന്തോ ഒന്നും തോന്നിയില്ലേ, അത് വാസ്തവത്തിൽ എന്താണ്? കയറാണ്. ഇത്രേ ഉള്ളൂ. ആ കയറിനെ തന്നെ പാമ്പെന്ന് കണ്ടുകൊണ്ടിരുന്നു. കയറിനെ തന്നെയാണ് പാമ്പായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാമ്പെന്നുള്ള നാമത്തിൻ്റെ രൂപത്തിലുള്ള ഒരു വികാരം, നാമരൂപ വികാരം മാത്രം. വികാരത്തെ മാറ്റിയാൽ നിർവികാരമായിട്ട് ആ കയറാണ് അവിടെ ഇരിക്കുന്നത്. ഇത് പല രൂപത്തിൽ ഇതിന് യുക്തിചിന്തനമുണ്ട്. നല്ല ബുദ്ധി പ്രവർത്തിപ്പിക്കാനുള്ള സ്ഥലം എവിടെയാണ്? ഇവിടെയാണ് ബുദ്ധി പ്രവർത്തിപ്പിക്കേണ്ടത്. വസ്തുക്കളെ ഇത്രയൊക്കെ തരുള്ളൂ, ക്ലൂസ്. ഇതുപോലെ അവർ പറയുന്നു, ഇതിൽ ഈ ബ്രഹ്മത്തിൽ ഈശ്വരനും ജീവനും അധ്യസ്ഥമാണ്. വാസ്തവത്തിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? മായോപാധികളിൽ അഭിമാനിക്കൊണ്ട് അതില് ഈ പറഞ്ഞ ഈശ്വരനും അവിദ്യോപാധിയിൽ അഭിമാനിച്ച് ജീവനും, ഇത് രണ്ടും അധ്യസ്ഥമായിട്ട് ഈ ബ്രഹ്മത്തിൽ ഇരിക്കുകയാണ്. വാസ്തവത്തിൽ പരിശോധിച്ചു തന്നാൽ പാമ്പിനെ പരിശോധിച്ചു തന്നാൽ കയറിനെ അറിയുന്നത് പോലെ ഈ ഈശ്വര ജീവന്മാർ പരിശോധിച്ചാൽ വാസ്തവത്തിൽ അത് ബ്രഹ്മമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇവര് വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്.
ഈശ്വരനായിട്ടിരിക്കുന്നതും ജീവനായിട്ടിരുന്നതും ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം, ഈ ലോകമായിട്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. സർവം ഖലു ഇദം ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചുമ്മാ പറഞ്ഞു തരേണ്ടത്. മനസ്സിലാക്കിക്കോളണം, ഇതെല്ലാമായിരിക്കുന്നത് ഈ ഞാൻ തന്നെയാണ്. അർജുന എന്ന് ഗീതയിൽ പറയുന്നു, എല്ലാമായിരിക്കുന്നതോ ഈ ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് നീയായിട്ടിരിക്കുന്നത്. സർവവുമായിരിക്കുന്നതോ ഈ ഞാൻ തന്നെയാണ്. ഏതർത്ഥത്തിൽ? ജ്ഞാനത്തില്. ആ ജ്ഞാനം പ്രകാശിച്ചാലേ ഇതിന് ബോധ്യപ്പെടുള്ളൂ. അതുവരെയ്ക്കും ഇങ്ങനെ വാക്കോട് പറയാൻ മാത്രമേ സാധിക്കൂ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. എന്ത് വിചാരിച്ച് ഇതാണ് പരമസത്യം. ഈ പരമസത്യത്തെ അറിഞ്ഞ് അത് വ്യവഹാരത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങിയാൽ അവരെയാണ് വിവേകികൾ എന്ന് പറയുന്നത്. വിവേകികൾ വേറെ ആരുമല്ല, ഇതിനെ കേട്ടു വിശ്വസിച്ചു തങ്ങളുടെ വ്യവഹാരത്തിൽ കലർത്താൻ തുടങ്ങി. അങ്ങനെ കലർത്തി നിൽക്കുന്നവർ വിവേകികൾ. ആ വിവേകികൾക്കാണ് ഈ ജ്ഞാനോപദേശം ചെയ്യേണ്ടതും. അങ്ങനെ ചെയ്താൽ ആ വിവേകികൾക്കാണ് ജ്ഞാനം ഫലിക്കുന്നത്. അല്ലാത്തവർക്ക് ഇതൊന്നും ഫലിക്കില്ല. ഇത് അതിസൂക്ഷ്മമാണ്. ഇതിലെ ഗുഹ്യതമവും. ഗുഹ്യം എന്ന് വെച്ചാൽ വളരെയധികം എന്താ അർത്ഥം പറയും? വളരെ ഗുഹ്യമാണ്, പരമരഹസ്യം അല്ലെ. ഗുഹ്യതമവും സൂക്ഷ്മതമവും. ഇത് സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വരൂപമുള്ള സൂക്ഷ്മമൊക്കെ അറിയാം. അതിന്റെ അപ്പുറത്തെ സൂക്ഷ്മമാണ്. ഇങ്ങനെയുള്ള പരിശുദ്ധ ചിന്താ പ്രവാഹത്തിനെ മോക്ഷം എന്ന് പറയുന്നത്. ഇപ്പൊ ഏതാണ് നമ്മളില് പരിശുദ്ധമായിട്ട് ഇരിക്കുന്നത്? ഈ ഡിപ്ലോമസി, കുഴികാൽ വെട്ടിത്തരം, മറ്റുള്ളവരെങ്ങനെ അവതാക്കാം, അങ്ങനെ ഇങ്ങനെ 100 തരത്തിൽ ഈ മനസ്സ് പ്രവർത്തിക്കും. എന്തുകൊണ്ട്? വിവേകമില്ല. നമ്മള് എന്തിനു വന്നു? നമ്മുടെ ജന്മ ഉദ്ദേശം എന്താണ്? വാസ്തവത്തിൽ നമ്മുടെ ജന്മ ഉദ്ദേശം പറഞ്ഞാൽ ഇങ്ങനെ തിരിയക്കുകളായിട്ട് ഇനിയും പോവാൻ സാധ്യതയുള്ള ഇങ്ങനെ ഒരു വൈതരണി ഇതിൽ നിലനിൽക്കുന്നു എന്ന് തിരിച്ചറിയാനും, ഇതിൽ നിന്ന് ഇനി ഒരു ജന്മം എനിക്കിനി വേണ്ടാന്നുള്ള രൂപത്തിൽ അവർ പാടിയൊക്കെ വെച്ചതുപോലെ പാടി കേട്ട് ഇതിലേക്ക് തിരിച്ചു പോകാനുമാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. മറ്റതൊക്കെ നമുക്കറിയാം, ആർക്കും സാധിക്കുന്ന കാര്യമാണെല്ലാം. പക്ഷെ ഇതെല്ലാവർക്കും സാധിക്കില്ല. ഇത് നല്ല പുണ്യശാലികൾ, വിവേകികളായിട്ടുള്ളവർക്ക് മാത്രം സാധിക്കും. ഇത് തിരിച്ചറിയണം കേട്ടോ. ഇതും പരമരഹസ്യമായ, അതാണ് ഗുഹ്യതമോ എന്നൊക്കെ പറഞ്ഞ അടിപൊളി ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത്. എളുപ്പമല്ലത്, എന്നാൽ എളുപ്പമാണ്. ശുദ്ധന്മാർക്ക് എളുപ്പമാണ്. അവർക്കൊന്നുമില്ല. അതിങ്ങനെ കിട്ടിയാൽ കിട്ടി, കണ്ടാൽ അങ്ങനെ വേറെ ഒരു ഇതുമില്ല. സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്, എല്ലാം വിട്ടുകളയുക. കാരണം ഇതെല്ലാം നമുക്ക് അപകടമാണ്. കാരണം പറഞ്ഞില്ലേ, താപക്രോധഞ്ച ലോപഞ്ചാതെ തിഷ്ടന്തി തസ്കരാഹ ജ്ഞാനരത്നാപഹാരായ. ശങ്കരോപാദരി വേറെ ഒന്നും പറഞ്ഞില്ല. ഇത് ജ്ഞാനത്തെ അപഹരിക്കാനുള്ള ചോരന്മാർ, കള്ളന്മാര് ആണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ ഒരിക്കലും വച്ചു പൊറപ്പിക്കല്ലേ, എടുത്തു ദൂരെ എറിഞ്ഞു കളയണം പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ഈശ്വരനും ഈ ജ്ഞാനിയും ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അത് പല രൂപത്തിൽ സ്വാമി അതിന്റെ യുക്തികൾ പറഞ്ഞു തന്നതിൽ ഒരു യുക്തിയാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം ഈ ബ്രഹ്മത്തിൽ ഇരുന്നാണ് ഈ ഈശ്വരനും ജീവനും ജഗത്തും അധ്യസ്ഥമായിട്ട് വന്നു ചേർന്നത്. പരമാർത്ഥം പരിശോധിച്ചാൽ, അതാണ് പറഞ്ഞാൽ, ജീവനെ പരിശോധിച്ചാൽ 90 ലക്ഷ്യമായി നിന്നാൽ അത് ഗൂഢസ്ഥമാണെന്ന് അറിയാൻ പറ്റും. 40 ലക്ഷ്യമായിട്ട് അതിന്റെ പരിശോധന ചെയ്തു വന്നാൽ അത് ബ്രഹ്മമെന്നറിയാൻ പറ്റും. ഈ രൂപത്തില് ഇതിനെ അറിഞ്ഞ് ഇത് ഒന്നാണെന്നും ഇത് തങ്ങളിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈശ്വരനും ജീവനുമായിട്ട് പിന്നെ രണ്ടാവും. എല്ലാം ഒന്നാണ്, ഒരേ ഒരു കാര്യമാണ്. ഉപാധിയുടെ ഭേദം, അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ ചുവപ്പ് വസ്ത്രം നീല വസ്ത്രം എന്നുള്ള വ്യത്യാസം അല്ലാതെ ഇതിൽ ഒന്നും വ്യത്യാസമില്ല. ഇതിനെ അറിയുന്നവനെയാണ് അവർ പറയുന്നത് അദ്വൈത ദർശനം ജ്ഞാനം. ഇങ്ങനെ കാണാൻ സാധിച്ചാൽ പോലും ജ്ഞാനത്തിലേക്ക് പോകും ഒരാൾ. മനസ്സിലാക്കിയുള്ളൂ. ഇതില് ഈ ദ്വൈതം വരുന്നതാണ് നമുക്ക് വ്യവഹാരത്തിൽ കാരണമായി വരുന്നത്. അദ്വൈതേ
ന അദ്വൈതേ ഭയം ഭവതി. അല്ലേ അല്ല അങ്ങനെയല്ലേ? തെറ്റിപ്പോയി അവിടെ. അദ്വൈതത്തിൽ ഭയമില്ല, ദ്വൈതമാണ് ഭയം. ദ്വൈതേ ഭയം. ദ്വൈതം എന്ന് വെച്ചാൽ ഭയത്തെയാണ് പറയുന്നത്. ദ്വൈതം രണ്ടെന്ന് കണ്ടാൽ ഭയം, ആദ്യം വരുന്ന ഭയമാണ്. ഭഗവാൻ അനുഗ്രഹത്തിൽ ആദ്യത്തെ അനുഗ്രഹം അഭയവരദഹസ്തം. അഭയം, ഭയമില്ലാതെ കഴിയും. നമുക്ക് ഈ ഭയമാണ് നമ്മളെ കൊണ്ട് വ്യവഹാരം ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണം. അയ്യോ ആരും വെളി പറഞ്ഞില്ലല്ലോ, എനിക്കെന്തെങ്കിലും നാശം വരുമോ, ഞാൻ ചത്തുപോകുമോ, ഇതാണ് പേടി. എല്ലാവരുടെയും പേടി. പൈസ പോകണമെന്നല്ല പേടി. അത് പറയണ കേട്ടോ, അയ്യോ എനിക്ക് പൈസ പോയാൽ അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്ന് പറയും. പക്ഷെ യഥാർത്ഥ പേടി എന്താണ്? തനിക്കെന്തെങ്കിലും സംഭവിച്ചു പോവോ, താൻ നശിച്ചു പോവോ, താൻ മരിച്ചു പോവോ, ഇതാണ്. അപ്പം ഈ ഭയത്തെയാണ് ആദ്യം ഗുരു എടുത്തു കളയുന്നത്. അഭയം തരും. നീ വാടാ, എന്റെ സന്നിധിയിൽ ഇരുന്നോ, നിനക്ക് ഒന്നും സംഭവിക്കില്ല, നീ സുരക്ഷിതരാണ് എന്നുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കും. താൻ തന്നെ ഒരു അസ്ഥിരത ഇരുന്നതുകൊണ്ട് ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ആദ്യം അവർ ചെയ്യണത് ഈ ബേസ് ഇട്ട് കൊടുക്കും. ഈ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല, ഞാനുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം ഇങ്ങനെ കൊടുത്ത് നിൽക്കുന്നവരെയാണ് ഗുരുക്കന്മാരെന്ന് പറയുന്നത്. ഇരിക്കട്ടെ, അതെല്ലാം അങ്ങോട്ട് വഴിയൊക്കെ പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അഹിതതിഥി തിരോഭാവങ്ങളാൽ ഉണ്ടാകുന്ന പാപത്തെയും. പറഞ്ഞില്ലേ ഈ കർത്തവാവ്, ചതുർത്ഥി, ചതുർദശി, ഇങ്ങനെയൊക്കെയുള്ള ഇതിനെ നമ്മള് ഇതില് ജ്യോതിഷത്തില് രിക്താതിഥികൾ എന്നാണ് എടുക്കുന്നത്. രിക്താതിഥികൾ. ഈ രിക്താതിഥികള് നമ്മളൊരു മുഹൂർത്തമായി തിരഞ്ഞെടുത്താൽ അത് സംബന്ധിച്ച് വിഷമം അനുഭവിക്കേണ്ടി വരും. ജ്യോതിഷ വിദ്യയാണ്. ഇവിടെ സ്വാമിനെ ആ ഒരു ഉദാഹരണത്തിന് വേണ്ടി എടുത്ത് ചേർത്തതാവാം വഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിവേകികൾ എന്ത് ചെയ്യും? അതുപോലെയുള്ള ശുഭദിനങ്ങളെ സെലക്ട് ചെയ്യും. നല്ല പറഞ്ഞില്ലേ പഞ്ചാംഗങ്ങളാണ്. അതായത് ആഴ്ച, വാരം, നക്ഷത്രം, തിഥി, കരണം, നിത്യോഗം, ഇങ്ങനെ 5 ഇതിൽ തിഥി വളരെ പ്രധാനമാണ്. ചതുർത്ഥിക്കാരും ഒന്നും ചെയ്യില്ല. അതുപോലെ കർത്താവ് അമാവാസിക്കും ഒന്നും ചെയ്തുകൂടാ. അമാവാസിയിലൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം വിപരീത ഫലം വരും. ഏതാണോ നമ്മൾ ഉദ്ദേശിച്ചത് അതിന് നേരെ ഉൾട്ട ഫലം വരും. ഇതൊക്കെ അറിയാവുന്നവര് അങ്ങനെ ചെയ്യില്ല. ഇവിടെ പറയണത് എങ്ങനെയാണ് ഈ അഹിതതിഥി തിരോഭാവങ്ങളാൽ ഉണ്ടാകുന്ന പാപം. ഇത് പാപം ഉണ്ടാവുന്നതാണ്. പാപം എന്ന് വെച്ചാൽ ദുഃഖത്തെ ഉണ്ടാക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ ഇതിൽ ഏർപ്പെട്ട് ചെയ്യുന്ന ഈ തിഥികളിൽ നോക്കാതെ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന പാപാനുഭവം. ഇതതിഥി ഇതാണ് ഇതാന്ന് പറഞ്ഞാൽ ഹിത എന്നാണ് അർത്ഥം. ഹിതമായിട്ടുള്ള, മറ്റേത് അഹിതമാണ്. ഇത് ഹിതതിഥി സൃഷ്ടി അനുഗ്രഹങ്ങളാൽ വരുന്ന പുണ്യത്തെയും, വാസ്തവത്തിൽ പുണ്യപാവങ്ങളെല്ലാം ഈ ഹിതതിഥി അഹിതതിഥിയിലും പ്രവർത്തിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതിന് സൂക്ഷ്മത്തിലൊരർത്ഥം എന്ത് പറയാം സുരേഷ്? എനിക്കത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. മനസ്സിനെ നിർണയിച്ചിരിക്കുന്ന ചന്ദ്രനെ കൊണ്ടാണ്. 16 കലകളാണ് ചന്ദ്രനുള്ളത്. അതിൽ ഒരു കല എന്ന് വെച്ചാൽ വിശേഷമില്ലാത്തൊരു ബലഹീനം. നമ്മൾ പറയും അത് ബലഹീനമാണ് എന്ന് പറയും, കർത്തവം. അപ്പോൾ ആ രിക്താതിഥി അല്ലാത്ത തിഥികളും അതുപോലെ തന്നെ പൗർണമി തുടങ്ങിയ സമയങ്ങളും മനസ്സ് നല്ല ബലമാണ്. ബലത്തിന്റെ അർത്ഥം ഈ ലോകകാര്യങ്ങളിൽ വരുന്ന കാര്യത്തിന് ബലഹീനത എന്നാണ് പറയുന്നത്. അവന്റെ ഒരു ബലഹീനതയാണത്. പറഞ്ഞില്ലേ, അതൊരു ദൗർബല്യമാണ് അവന്റെ. എന്തെങ്കിലും ഒരു ക്യാരക്ടർ പറഞ്ഞിട്ട് നമ്മളെന്ത് പറയും? അതവന്റെ ഒരു ദൗർബല്യമാണ്, അതൊരു ബലഹീനതയാണ്. മനസ്സിന്റെ ബലം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പ്രവൃത്തിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ്. അതിനെയാണ് ബലം എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നു, ഈ പറയുന്ന അഹിതതിഥികളെ വിട്ട് ഹിതതിഥികളെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എങ്ങനെയാണോ പുണ്യപാപങ്ങളെ ഉണ്ടാക്കാനുള്ള സാമർഥ്യം, അതുപോലെയാണിത്. യഥാർത്ഥത്തിൽ ആലോചിച്ചാൽ
ഇതൊന്നും ഈ ജ്ഞാനിയെ ബാധിക്കുന്നില്ല. പക്ഷെ മറ്റതെല്ലാം പുണ്യം പാപങ്ങൾ പോലും ഇതിന്റെ മുമ്പിൽ നടന്നു പോകുന്നു. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന സുരേഷ്. ഇത് ഈ ത്രിപുടി സംസ്കാരത്തിനെ പറ്റിയാണ് പറയുന്നത്. ഈ ത്രിപുടിയിൽ വരുന്ന ഈ ചിതാഭാസൻ ഞാനല്ല. അവന്റെ കാര്യമാണ് ഈ ലോകവും ഈ വ്യവഹാരങ്ങളും എല്ലാം. അതാണ് അരിയ ധ്യാനവും വ്യവഹാരങ്ങളും ഉള്ളത്തൊഴിലുണ്ടോ എന്ന് പറഞ്ഞ് സ്വാമി അതിനെ നിഷേധിച്ചതാണ്. ഉரிய പരമ്പൊരുളാണവർ വേറൊരു തൊഴിൽ ചെയ്യുന്നതുമുണ്ടോ? ഈ പരമ്പൊരുളായിരിക്കുന്ന ആരൂഢർക്ക് ഇനി എന്തെങ്കിലും ഒരു കർത്തവ്യമുണ്ടോ? അവർക്കൊരു കർത്തവ്യമുണ്ടോ? ഇല്ല. പിന്നെയും കർത്തവ്യമായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണ്? അവരുടെ പ്രാരബ്ധം അതിൽ നടക്കുന്നു. പക്ഷെ പ്രാരബ്ധം നടക്കുന്നതിൽ ജ്ഞാനി ഭാഗവാക്കിയല്ല. അതുകൊണ്ട് അതിനൊന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടി സ്വാമി പറഞ്ഞു, അവർക്ക് വ്യവഹാരങ്ങൾ വരും, വന്നാൽ കിണത്തിൽ പോ, ആരംഭത്തോട് തീരും വ്യവഹാരം എന്നൊക്കെ പറഞ്ഞതൊന്നും ശരിയായ മറുപടിയല്ല. മറുപടി ഇതാണ്: ഈ ആത്മാ നിഷ്ക്രിയനാണ്. ഈ ആത്മാവ് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ച് ഒന്നിൽ ചേരാൻ നിൽക്കുകയാണ്. ആത്മാവാണ് മുഖ്യം. മറ്റതെല്ലാം വരികയും പോവുകയും ചെയ്യുന്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങളാണ്. ഇതിനെയാണ് വ്യക്തമായിട്ട് പറഞ്ഞത്. ആത്മാവിന് ഒരു കാലത്തും അഭാവമില്ല. ദേശം കൊണ്ടോ കാലം കൊണ്ടോ അവസ്ഥ കൊണ്ടോ മാറാത്ത ഒരു ബോധം, ഒരു അറിവ് ഇതിലുണ്ട്. അതാണ് അതിനെ ആരാഞ്ഞറിയും. ഇതിനെയാണ് ഈ ആത്മവിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊന്നിനെ അത് വെളുപ്പാണോ കറുപ്പാണോ നീലയാണോ പച്ചയാണോ ഒരു ഇതുമില്ല. അതാണ് നാമരൂപരഹിതമാണ്. ഗുണമുണ്ടോ? നിർഗുണമാണ്. അതാണ് പറഞ്ഞത് ഗുണാതീതം. അങ്ങനെ ഇരിക്കുന്ന ആ ഒന്നിനെ എങ്ങനെ അറിയാൻ പറ്റും? ഈ സമാധി ഇതിൽ കൊണ്ടുവന്ന് അവനെ ബോധിപ്പിക്കാൻ വേണ്ടി, സമാധിയെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ശ്രുതി. എന്താണ് സമാധിക്ക് തടസ്സം? ഇത് ചോദിച്ചിരുന്ന മനസ്സിന്റെ ഈ വ്യാപാരങ്ങളാണ്. അത് എങ്ങനെയുള്ള വ്യാപാരങ്ങൾ? ഭക്തി ശ്രദ്ധ അത് വ്യാപാരം തന്നെയെങ്കിലും അതിനെ ആദ്യം ഉപേക്ഷിക്കണ്ട. മറ്റെല്ലാ വ്യാപാരങ്ങളെയും ഉടനടി തന്നെ എടുത്ത് കളയണം. അല്ലെങ്കിൽ അത് നടത്തിയിട്ട് അതിൽ കർത്തൃത്വം എടുക്കാൻ നിൽക്കാൻ പഠിക്കണം. അങ്ങനെ നിന്ന് മനസ്സ് തെളിഞ്ഞ് ശുദ്ധമായി കഴിഞ്ഞാൽ ഈ ജ്ഞാനം ഇതിൽ സ്വയംഭൂവായിട്ട് തന്നെ ഇരിക്കുകയാണ്. ആരെങ്കിലും കൊണ്ടുണ്ടാകുന്നതല്ല. സ്വയംഭൂ ഇതിൽ അതിന്റെ സ്വഭാവമാണ്. അതിന്റെ യഥാർത്ഥ സ്വരൂപമായിട്ട് ഇത് പ്രകാശിക്കുകയാണെന്ന് പറഞ്ഞു സ്വാമി. ഇതിന് വേറെ ഒരു കർമ്മവും കൃത്യങ്ങളും ചെയ്യേണ്ടതില്ല. എല്ലാം വിട്ടാൽ മതി. അങ്ങനെ വിടാൻ പറ്റുമോ? പറ്റൂല. പ്രാരംഭം കിടക്കും. മോളെ കല്യാണം കഴിപ്പിച്ചയക്കും. ആയിക്കോട്ടെ, അതെല്ലാം നടക്കട്ടെ. പക്ഷെ അത് ഇതിലെ ധർമ്മങ്ങളാണ്, അന്ധക്കരണ ധർമ്മങ്ങളാണ്. അത് നടക്കട്ടെ. താനെങ്കിലും സാക്ഷിയാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ എന്ത് നടന്നാലും അതിനെല്ലാം, ഈ കർമ്മങ്ങൾക്കെല്ലാം ആ പ്രാരബ്ധമാണ് ഹേതു. താനല്ല ആത്മാവായത, താനല്ലെന്ന് തിരിച്ചറിയണം. ഇങ്ങനെ തിരിച്ചറിഞ്ഞ് എപ്പോഴും മനസ്സിനെ സന്തുഷ്ടമാക്കി വെച്ച്, ആനന്ദമാക്കി വെച്ച് അങ്ങനെ പോകുന്നവരെയാണ് പോലും ആത്മ സാധകന്മാരെന്ന് പറയും. എപ്പോഴും സന്തോഷമാണ്. അവർക്ക് ഒരിക്കലും മനസ്സിലൊരു ഖേദം വരില്ല. വിചാരിച്ചോ, മനസ്സിന് ഖേദം എപ്പോഴെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചോ, അവന് സാധകരല്ല. പറഞ്ഞല്ലോ, രൂപരേഖ തയ്യാറാക്കി തന്നിരിക്കുന്നത്. ഇതെല്ലാം മായികമാണ്. ഇതിൽ ത്രിപുടി എന്ന് പറയുന്ന ഒരു സംസ്കാരം മായികമാണത്. ഇത് യഥാർത്ഥമല്ലത്. ഇത് ജന്മജന്മാന്തരങ്ങളായിട്ട് ഒരു സംഭവം ഇങ്ങനെ ഇതിൽ വിളയാടിക്കൊണ്ടിരിക്കുന്നു. താനതിൽ കേവല സാക്ഷിയാണെങ്കിലും അത് തിരിച്ചറിയാൻ തനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതുവരെ തിരിച്ചറിയുന്നു ഇല്ലയോ അതുവരെയും ഈ പ്രാരബ്ധം ഇതിനെ വലിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കും. ഏതുവരെ തിരിച്ചറിഞ്ഞോ അത് സ്വിച്ചിട്ടടങ്ങി നിൽക്കും, തിരിച്ചു പോകും. ഇത്രേ ഉള്ളൂ ഇതിനകത്ത് മനസ്സിലാക്കാറുള്ളൂ. സ്വാമി പല ഭാഗങ്ങളായിട്ട് എഴുതി വെച്ചതിനെല്ലാം ഞാൻ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം സ്വാമി പറയാത്ത ഒന്നും തന്നെ ഇല്ല ഇതിൽ. സാധനം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പോയിരുന്നത്. ഇനി പറഞ്ഞത് നമ്മളെ ഓർമ്മയിൽ നിൽക്കില്ല എന്ന് കണ്ടിട്ട് ബുക്കുകളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കൊണ്ടെന്നറിയാം, ഒന്നും രണ്ടും അല്ല. ഇങ്ങനെയൊന്നും എഴുതിയാന്നോ? 89 വയസ്സൊക്കെ ആയപ്പോഴാണ് എഴുത്ത് തുടങ്ങിയത്. 60 നമ്മളെ കൈയൊക്കെ ഇപ്പം പോലും എഴുതിയാൽ ഉളഞ്ഞൊക്കെ പോകണം. ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ. എന്തുമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്. മാത്രം ആശ്രമത്തോട്
ഉണ്ണിയിപ്പോൾ പറഞ്ഞ ഓർമ്മയിൽ വന്ന് ഒരു പൊട്ട ആസ്മ, എന്നിട്ട് ഇങ്ങനെ ഒരു പൊട്ട ആസ്മ ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഇവിടെ ധാരാളം സാധകന്മാർ വന്ന് രക്ഷപ്പെടട്ടെ, ഇതിനെ ബൃഹത്താക്കി നിർത്തണം. എപ്പോഴും ഇതിൽ ജ്ഞാനികൾ ഇതിൽ ഉണ്ടാവട്ടെ. ഈ സന്ദർഭത്തിൽ സ്വാമി ഇതിലെ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കും. ഇതിനെ മറക്കാതെ നമ്മൾ ഇരുന്നാൽ തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് അനുഭവവേദ്യമായി നമുക്ക് വരാതെ പോകില്ല. അല്ലാതെ ഈ തുച്ഛമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു വൈകാരികതയും നമ്മൾ ആരും സൃഷ്ടിക്കണ്ട. ഇതെല്ലാം ആ ഈശ്വരനറിയാം, ഇവിടുത്തെ ഗുരുവിനറിയാം. ഞാനെല്ലാം വിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? പരമേശ്വരാനന്ദ സ്വാമിക്ക് അറിയാത്ത ഒരു കാര്യവുമില്ല. എല്ലാം സ്വാമി ചെയ്തിട്ട് നമ്മളിതിന് വെറും അതിനെന്ത് സപ്പോർട്ടോടെ ചെയ്തു, നമുക്ക് ഓരോ ഇതുമില്ല. ആ രൂപത്തിൽ ഗുരുവിന് വിട്ടു നിൽക്കുന്ന ഒരു നിലയ്ക്ക് മാത്രമേ നമ്മൾ നമ്മുടെ മനസ്സിനടക്കാൻ പറ്റൂ. മനസ്സെന്ന് വെച്ചാൽ ആരാണ്? പൊൻപോലെ ഇലങ്കുമനവും ചഞ്ചലത്താൽ കുരങ്ങ. മനസ്സിലായില്ലേ? കുരങ്ങനാണ്. മനസ്സിന്റെ ഒരു കാര്യമായിട്ടാണ് കുരങ്ങനെ പറഞ്ഞെങ്കിൽ ആ കുരങ്ങിന് കള്ളു കൊടുത്ത് തേളിനെ കൊണ്ട് കഴിപ്പിച്ചാൽ എങ്ങനെ ആയിരിക്കും അതിന്റെ പ്രകൃതം? അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. കുരങ്ങിന് കള്ളു കൊടുത്തു ആദ്യം, എന്നിട്ട് അതിനെ തേളിനെ വിട്ട് കടിപ്പിച്ചു. ഇതിനായിരിക്കും കുരങ്ങിന്റെ ആ ചാട്ടം എങ്ങനെ ഇരിക്കും ആലോചിച്ചു. ഇതാണ് നമ്മുടെ മനസ്സ്. ഇങ്ങനെയുള്ള ഒരു മനസ്സിനെയാണ് അടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അത് ഓർമ്മിച്ചോളൂ. അപ്പോൾ എന്തുമാത്രം വിജിലന്റ് ആയിരുന്നാൽ സാധിക്കും ഇത്? ഈ മനസ്സിനെ അടക്കി ആ മനസ്സിനെ ശുദ്ധമാക്കി ഈ സ്വഭാവത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പാടാണ്. വളരെ വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ടാണ് മഹത്തുക്കളൊക്കെ പറഞ്ഞത്. നമ്മുടെ ഹനുമാൻ സ്വാമി പറഞ്ഞു, എനിക്ക് നിങ്ങൾ യുദ്ധത്തിന് വിളിച്ചു, നിങ്ങൾ സൽക്കാരത്തിന് വിളിച്ചു, നിങ്ങൾ അതിന് വിളിച്ചു, ഇതിന് വിളിച്ചു, എല്ലാം എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാൻ വരാം. പക്ഷെ ഞാനിപ്പോൾ ഒരു ലക്ഷ്യത്തിൽ ഒരു രാമകാര്യാർത്ഥം പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിന് സ്വല്പം സമയം വേണം, അത് കഴിഞ്ഞാൽ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് എല്ലാത്തിനും നിന്നും അദ്ദേഹം മാറി. ഒന്നിനും പോയി ഏറ്റില്ല. നീ വലിയ വില്ലാളി വീരനെന്നല്ല പറയണം, എന്നാ ഒരു ഒന്ന് ഗുസ്തി പിടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചു. വാസ്തവമാണ്, ഹനുമാൻ ആരാണ്? ചില്ലറ ആളാ, വില്ലാളി വീരൻ തന്നെയാണ്. പക്ഷെ മനസ്സിൽ ഇങ്ങനെ വന്നു, പെട്ടെന്ന് പറഞ്ഞു ഞാൻ രാമകാര്യാർത്ഥം വരട്ടെ, ഞാൻ വരാം. എല്ലാത്തിനും ഇങ്ങനെ സ്കിപ്പ് ചെയ്യാം, ഒന്നിനും പോയി ഏറ്റെടുക്കരുത്. ഒരാൾ വിളിച്ചു, നല്ല വിഭവസമൃദ്ധമായ സദ്യയൊക്കെ വെച്ച് ഒരാ മണവും കടിച്ച് തന്നെ അദ്ദേഹത്തിന് ചെറിയൊരു കുട്ടിയൊക്കെ ഉണ്ടായി. പെട്ടെന്ന് അവിടെ അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു ഞാൻ രാമകാര്യാർത്ഥമായിട്ട് നിൽക്കുകയാണ്, ഒരു വ്യവഹാരത്തിന് സംബന്ധിച്ചില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ നമുക്ക് ഗുണകരമായ വ്യവഹാരവും ദുഃഖകരമായ വ്യവഹാരവും എന്ന് വേർതിരിച്ച് നോക്കാതെ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് നിന്ന ഒരു നില, അതാണ് രാമകാര്യാർത്ഥം നിൽക്കുന്നു എന്ന് പറയുന്നതിന് ഒരു നമ്മളെ ബോധിപ്പിക്കാനായിട്ട് രാമായണത്തിൽ പറഞ്ഞു വെച്ചത്. രാമകാര്യാർത്ഥം എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരത്തിൽ പോകുന്നവർ ഇങ്ങനെ ഇരിക്കണം, അവർ ഒന്നിനും പോയി ഇടപെടരുത്. പിന്നെ പ്രാരബ്ധ കർമ്മങ്ങൾ ഇതിൽ നടക്കും, അത് ഇടപെടണമെന്നില്ല, അത് നടന്നുകൊണ്ടിരിക്കും. അതിനെങ്ങനെ ഇരിക്കണം? സാക്ഷി രൂപത്തിലിരുന്ന് അതിനെ അനുഭവിച്ചോളും. വാസ്തവത്തിൽ സാക്ഷിയാണ്, ആത്മസാക്ഷിയാണ് എല്ലാത്തിനും എന്ന് മനസ്സിലാക്കി അതിൽ നിന്നാൽ മതി. അപ്പൊ ഇതാണ് ഈ 35-ാമത്തെ പദ്യത്തിൽ എന്താ പറയുക? അപ്പൊ പുണ്യത്തെ ഈശ്വരൻ അടയാത്തതുപോലെ ജ്ഞാനി ലോകസംഗ്രഹാർത്ഥം പുറത്തെ ക്രിയകളെ ചെയ്താലും അകത്ത് ചെയ്യുന്നവനായില്ല, അതിനാൽ ലാഭനഷ്ടങ്ങളെ അടയുന്നില്ലെന്നാണ്. ജ്ഞാനി ഒരിക്കലും ലാഭനഷ്ടങ്ങളെ അടയുന്നില്ല. അദ്ദേഹത്തിന് ലാഭം കിട്ടിയിട്ടൊന്നും നേടാനില്ല, നഷ്ടം വന്നാലും അദ്ദേഹത്തിന് ഒന്നും നേടാനില്ല, ഒന്നുമില്ല. കാരണം അത് കൃതകൃത്യനാണ്, പൂർണ്ണനാണ്. ഇങ്ങനെ ഇരിക്കുന്നവർ ജ്ഞാനിക്ക് ഒന്നും ബാധകമല്ല എന്നർത്ഥം. ഇനി അങ്ങനെ വരുത്തിയിട്ടല്ല അത് ഇങ്ങനെ ഭാവിക്കേണ്ടത്. വാസ്തവത്തിൽ ഒരു ലാഭമോ നഷ്ടമോ എന്ന് നമ്മൾ കാണുന്നില്ല, ആപേക്ഷികമാണ്. ഒരു ലാഭം എന്ന് നമ്മൾ കണ്ടത് പിന്നെ ഒരു കാലത്ത് നഷ്ടമായി വരും. ഇതെല്ലാം ആപേക്ഷികമാണ്, വാസ്തവത്തിൽ വാസ്തവമല്ലത്. ഇതിനെ തിരിച്ചറിഞ്ഞാൽ പോലും ഇതിനെ ഉപേക്ഷിച്ച് നിന്ന് തൻ്റെ ആത്മവിദ്യയിൽ പ്രവർത്തിച്ച് കയറാൻ പറ്റും. അല്ലെ, ഞാൻ പറയുന്നത് ഈ വേദത്തിന്റെ ആശയങ്ങളെയാണ്, എൻ്റെ കാര്യങ്ങളല്ല, ഞാൻ എൻ്റെ ഐഡിയ അല്ല പറയുന്നത്. ഇതാ വേദം
ബലമായിട്ട് നിഷ്കർഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ തരണം ചെയ്യേണ്ടത്. ഏത് അല്ല, നമുക്ക് നമ്മുടെ തുച്ഛമായ അറിവ് കൊണ്ടൊന്നും ഇതിനെ തരണം ചെയ്യാൻ പറ്റില്ല. എന്താണ് മനസ്സിനെ ഇങ്ങനെ നിർത്തേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? ശ്രീനി നിർവികൽപ്പ സമാധി ഭംഗപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാനുള്ള ഒരു വലിയൊരു ടൂള് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ തുര്യബോധം കൂടിയില്ല. ഇതിന് തിരിച്ചു കൊണ്ടുവരണം. ഇതിന് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജാഗ്രവും സ്വപ്നവും സുഷുപ്തിയും ഈ മൂന്നവസ്ഥകളും ഈ മൂന്നവസ്ഥയുടെ കാര്യങ്ങളും ഇതിൽ കേവലം വിദ്യയാണെന്ന് അറിയണം. ഏതില്? ഈ അറിവിൽ തോന്നുകയും മറയുകയും ചെയ്തുകൊണ്ട് ജാഗ്രതും സ്വപ്നത്തും സുഷുപ്തിയും ഇതിന് വന്നിട്ട് പോകുന്നു. ഇത് വാസ്തവമല്ലെന്ന് അറിയണം. ഇത് വാസ്തവമല്ലെന്ന് അറിയുന്നതിന്റെ ഉപയോഗം എന്താണ് അജയ? ഇതേ വാസ്തവമല്ലെങ്കിൽ ഇതിൽ തോന്നിയിരിക്കുന്ന ഈ കാര്യങ്ങൾ എങ്ങനെ വാസ്തവമാവും? അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഓർത്തു വെച്ച കമ്പനി അരികൊണ്ടുപോയാൽ അപ്പത്തിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? അർത്ഥാപത്തി. ഈ അർത്ഥാപത്തി സ്വാമിയുടെ ഒരു മാസ്റ്റർ പീസാണ്. അർത്ഥാപത്തി അതോ പിന്നെ ചൊല്ലാമില്ലെന്ന യുക്തിയല്ലേ സ്വാമി അർത്ഥാപത്തിയിലാണെല്ലാം പറയണം. ഇവിടെ ഈ ജാഗ്രത സ്വപ്നം ചുറ്റി പോലും ഇതിലൊരു കേവലം തോന്നലാണെങ്കിൽ അതിന്റെ കാര്യമായിരിക്കുന്ന ഈ ഇതിലെ ബന്ധങ്ങളും ഇതിൽ കിട്ടിയ പണവും ബാങ്ക് ബാലൻസും അല്ലെങ്കിൽ ആ ബന്ധവും മോളെന്നുള്ളതും മോനെന്നുള്ളതും ഒക്കെ ഇങ്ങനെ നിലനിൽക്കും. എന്തുണ്ട് സത്യം? ഇതാണ് അധിക കാര്യം. ഇങ്ങനെയാണ് വേദം നിൽക്കുന്നത്. അല്ല വേദ ഈ താഴെ ഒന്നും പറയില്ല. മോളിൽ വെച്ച് തന്നെ കട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് നമുക്ക് ആർക്കും ഇല്ലാതെ പോയി. അതിന് ഉൾക്കൊള്ളാനുള്ള കഴിവുള്ളവർ തന്നെയാണ് ഈ ജ്ഞാനികളെന്ന് അറിയുന്ന ആൾക്കാർ. അതിനവർക്ക് എന്താണ് ഉള്ളത്? ഒരുപാട് പഠിപ്പും ഒരുപാട് മാസ്റ്റർ ഡിഗ്രികളുമാണ്. നമ്മുടെ ഗുരുക്കന്മാരൊക്കെ അവരൊന്നും 2ാം ക്ലാസ് വരെ പോലും പോയവരല്ലെന്ന് കാണാം പലപ്പോഴും. സാധുക്കൾ ആ പഠിപ്പും പോലും അല്ല. ഉള്ളം തെളിഞ്ഞ ഒരു നില അത് തന്നെ ജന്മാന്തരങ്ങളായിട്ട് അവർക്ക് വന്നു ചേർന്നതായിരിക്കും. ഇതിനൊക്കെയാണ് നമ്മളും ഇതുപോലെയൊക്കെ സഞ്ചരിച്ചാൽ ഒരു പറയുന്നു ഈ വരും ജന്മങ്ങളിലെങ്കിലും മനസ്സൊക്കെ ഇതിന്റെ രൂപത്തിൽ പാകപ്പെട്ട് ജ്ഞാനത്തിലേക്ക് പോകും. അതിനെതിരെ അടുത്ത ജന്മമാക്കണമെന്ന് ഫ്രണ്ട്സൊക്കെ ചോദിക്കും. എടാ ഈ ജന്മം തന്നെ സാധിക്കും. ഇതിന് അടുത്ത ജന്മം ഇനിയൊരു ജന്മത്തെപ്പറ്റി ചിന്തിക്കുക വേണ്ട. ഇപ്പിറപ്പിൽ ഇല്ലാത്താൽ എപ്പിറപ്പിൽ. ഈ ജന്മം സാധിച്ചില്ലെങ്കിൽ ഏത് ജന്മത്തിലാണ് എന്നുള്ള പട്ടില്ല അദ്ദേഹം പറയും. ഇത് മനസ്സിലാക്കി മനസ്സിൽ വെച്ചോളൂ. ഇതിന്റെ വിവേകത്തെയാണോ നമ്മളെ അറിവില്ലായ്മ എന്ന് പറയുന്ന സാധനമാണ് ഇതിൽ ഇത്രയും ശക്തിയായിട്ട് മനസ്സിനെ പ്രവർത്തിപ്പിച്ച് ഈ വികാരത്തെ ഉത്പാദിപ്പിച്ച് നിൽക്കുന്നത്. ഇതിനെ ഒന്ന് മാറ്റണമെങ്കിൽ എന്ത് വേണം? ഈ വിവേകം ഇതിലുണ്ടായാൽ മതി. ആ വിവേകത്തെയാണ് ഉപദേശിക്കുന്നത്. വിവേകമൊന്നുമില്ല. ഇതെല്ലാം കേവലം ഈ ആത്മാവിൽ അധ്യസ്ഥമാണ്, തോന്നലുകളായിരിക്കുന്നു. തോന്നൽ സത്യമല്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും സത്യമല്ല. ഇതൊക്കെ സ്വപ്ന സന്നിഭമായിട്ടുള്ള കാര്യങ്ങളാണ് മാത്രമാണ്. ഇത് വേദം വ്യക്തമായി പറഞ്ഞു തരും. സ്വപ്ന സന്നിഭം ജഗം വന്നതും പാരാമൽ പോലതും നനയാമൽ ബോധമായി പൂർണ്ണമായിരിപ്പായി. ഈ ഒരു ധാരണയിൽ ബോധമായി പൂർണ്ണമായി ഇരിക്കുന്നതിനാണ് സമാധി പഴകുന്നത്. പൂർണ്ണമായിരിപ്പായി. അങ്ങനെ ഇത് സംബന്ധിച്ചുള്ള ആ വ്യവഹാര മനസ്സിന് ദൂരെ എടുത്ത് എറിഞ്ഞിട്ട് ചുമ്മാ സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇരിക്കുന്നതിനെ തന്നെയാണ് പറയുന്നത്. ദൂരെ അറിയേണ്ട വിധം എന്താണ്? വിവേകത്തോട് ഇത് കഥയില്ലാത്ത കാര്യമാണെന്ന് വേദം, മായാ കാര്യങ്ങളാണെന്ന് വേദം നമുക്ക് പറഞ്ഞു തന്നു. ഇതിനെ മുറുകെ പിടിക്കണം. ഇത് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി അയ്യോ അതല്ല, നമ്മുടെ വീട് മാത്രം സത്യവും, ബാക്കി ഈ ലോകമൊക്കെ വിദ്യതാണ്. അങ്ങനെ വരാൻ പാടില്ല. ഇതിൽ നമ്മൾ എല്ലാം ടോട്ടലി ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇത് അർത്ഥം മനസ്സിലായ കാര്യം ഇതാണ്. ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അയ്യോ അതാണ് മമതാഭിമാനവും. എല്ലാം വിടാം. നമുക്ക് പറയാം അവനോട് ബന്ധം വേണ്ട, വിട്ടാളെ ഇതിനെ വിട്ടാളെ. പക്ഷെ മക്കളോട് വേണം. അത് താൻ സമ്പാദിച്ച വസ്തുവിന്റെ മേളിൽ ഇരിക്കുന്ന അഭിമാനം വിടാൻ പറ്റും. ഇതാണ് പറഞ്ഞത്. ഇതിനെ വിടാൻ പറയും. ഇതിനെയാണ് വിടേണ്ടത്, മറ്റേ വിടേണ്ട ഓട്ടമില്ല. അങ്ങനെ അതിൽ മമതാഭിമാനങ്ങൾ വെക്കാതിരുന്ന എന്താണ് ഗുണം? അതേ പറയാം. മനസ്സ് വികാരപ്പെടില്ല.
മനസ്സിന്റെ വൈകാരികതയാണ് സമാധി ഭംഗം. ഇവിടെ സമാധി ഭംഗത്തെയാണ് പറയണത്. നിർവികൽപ്പ സമാധിയെ ഭംഗപ്പെടുത്തിയിരിക്കുന്നു. നിർവികൽപ്പ സമാധി ഉണ്ടായ അല്ലാതെ വേദം പറഞ്ഞ ഈ കാര്യങ്ങൾ ഒരാൾ ബോധ്യപ്പെടില്ല. അതുവരെയ്ക്കും ഇയാൾ യുക്തിപരമായിട്ട് ഇതിനെ ഖണ്ഡിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അല്ല സുരേഷ്, അതങ്ങനെ ശരിയാവും എന്നുള്ള രീതി. ഇതാണ് പൂർവപക്ഷികൾ. കാരണം വേറൊന്നുമില്ല, അവർക്ക് അപരോക്ഷമായിട്ട് അനുഭവം വന്നില്ല. അതുകൊണ്ട് അവരിതിൽ തത്വങ്ങൾ ഉന്നയിക്കും, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇതിനൊക്കെ മാറി ആ ഒരു നില കിട്ടാൻ നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വന്നു ചേരണം. അതിനെന്താണ് വേണ്ടത്? കർമ്മങ്ങളെല്ലാം ഗുരുസമക്ഷം അല്ലെങ്കിൽ അവരിൽ അർപ്പണം ചെയ്തുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കണം. ഗുരു അർപ്പണത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കണം. ഇതിലെ പുണ്യവും ഭാവവും എനിക്ക് വേണ്ട, അത് ഗുരുവിന് തന്നെ ഇരിക്കട്ടെ. ആ രൂപത്തിലായിരിക്കണം. നമുക്ക് വേണ്ട, നമുക്ക് എടുക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ അത്രയും വരുന്നത്. കർമ്മം ചെയ്യാം, പക്ഷെ അതെല്ലാം ഗുരു അർപ്പണത്തോടുകൂടി, ഈശ്വരാർപ്പണത്തോടുകൂടി ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നിഷ്കാമ കർമ്മം എന്നാണ് അതിന്റെ പേര്. ആ കർമ്മങ്ങൾക്ക് ചിത്തശുദ്ധിയാണ് ഫലം. ചിത്തശുദ്ധി. നിഷ്കാമ കർമ്മ പുണ്യ പരിഭാഗത്താൽ ചിത്തശുദ്ധി വന്ന് ചിത്തശുദ്ധി ദ്വാര സാധന ചതുഷ്ടയ സമ്പത്തി ഉണ്ടായി. സാധന ചതുഷ്ടയ സമ്പത്തി ദ്വാര സദ്ഗുരു ലാഭമുണ്ടായി. സദ്ഗുരു ലാഭദ്വാര ശ്രവണമുണ്ടായി, മനനമുണ്ടായി, നിധിധ്യാസനമുണ്ടായി. പറഞ്ഞില്ലേ, ആ കൈവല്യത്തിലേക്ക് പോകും. ഇങ്ങനെയാണ് ജീവൻ ഇതിൽ രക്ഷപ്പെടുന്നത്. പടിപ്പടിയായിട്ടാണ്. നിഷ്കാമ കർമ്മം പുണ്യദ്വാര ചിത്തശുദ്ധി. മോശമൊന്നുമില്ല, ചിത്തശുദ്ധി. ചിത്തശുദ്ധി ദ്വാര സാധന ചതുഷ്ടയ സമ്പത്തി. സാധന ചതുഷ്ടയ സമ്പത്തി ദ്വാര സദ്ഗുരു ലാഭം. സദ്ഗുരു ലാഭദ്വാര ശ്രവണം. ശ്രവണദ്വാര മനന നിധ്യാസനം. നിധ്യാസനം ദ്വാര എന്താണ്? സർവം ബ്രഹ്മം എന്നുള്ള ആത്മ സാക്ഷാത്കാരം. ഇതിങ്ങനെ പടിപ്പടിയായിട്ട് ഇത് പോകണം. ഇതിൽ ആദ്യമേ നമ്മൾ ഉടങ്ങി കിടക്കുകയാണെന്ന് ഓർമ്മിച്ചോണം. ഏതില് ഈ മനസ്സ് വൈകാരിക വികാരപ്പെടുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. മനസ്സ് ശുദ്ധമാവുന്നില്ല, ചിത്തശുദ്ധി വരുന്നില്ല. ചിത്തശുദ്ധി വരാതെ ഇത് സാധന ചതുഷ്ടയ സമ്പത്തി വരില്ല. ഇതിൽ മുമുക്ഷുത്വം പോലും ഒരാൾക്ക് തോന്നണമെങ്കിൽ ഈ ചിത്തശുദ്ധി വന്നേ പറ്റും. നിത്യാനിത്യ വസ്തുവിവേകം, വിഹമുത്രാർത്ഥ പരഭോഗവിരാഗം, സമാധി ശർക്ക സമ്പത്തി, മുമുക്ഷുത്വം. ഇതാണ് 4 സാധനങ്ങൾ. ഇതിനെയാണ് സാധന ചതുഷ്ടയ സമ്പത്തി. ഈ സമ്പത്തി എങ്ങനെ ഉണ്ടാവും? ചിത്തശുദ്ധി ഉള്ളവർക്ക് വരണതാണ്. അങ്ങനെ വന്നു ചേർന്നാൽ എനിക്ക് ഈ ജന്മം തന്നെ മുക്തി അടയണമെന്നൊരാഗ്രഹം ജനിക്കുന്നവർക്കാണ് ഒരു സദ്ഗുരുലാഭം. നമ്മൾ ആദ്യം സദ്ഗുരുലാഭം, പിന്നീട് ചിത്തശുദ്ധി, അങ്ങനെ പോകുന്ന രൂപത്തിലാണ് ഇപ്പൊ ഇരിക്കണത്. ഇതിന്റെ വിധി ഇങ്ങനെ അല്ല പറഞ്ഞു, വിധി ഇങ്ങനെ. അപ്പൊ ഇത് 35 വായിച്ച് നമ്മള് തൽക്കാലം ഇവിടെ നിർത്തിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്: അഹിതതിഥി തുരോഭാവങ്ങളാൽ ഉണ്ടാകുന്ന പാപത്തെയും, ഇതതിഥി, ഇതിന്റെ ഹിതതിഥി സൃഷ്ടി അനുഗ്രഹങ്ങളാൽ വരുന്ന പുണ്യത്തെയും ഈശ്വരൻ അടയാത്തതുപോലെ, ഈശ്വരനെ സംബന്ധിച്ച് ഈ പുണ്യത്തെയോ പാപത്തെയോ അടഞ്ഞിട്ട് ഈശ്വരന്റെ ഒരു ലാഭം ഈശ്വരനില്ല. കാരണം എന്താണ്? ഈശ്വരനെ പറ്റി പറയുന്നത് ബ്രഹ്മാനന്ദത്തിൽ കുടിച്ചു നിൽക്കുന്ന ഒരു സ്വരൂപമാണ്. ആനന്ദം തന്നെ, ആനന്ദം ബ്രഹ്മ. ആനന്ദത്തിൽ കുളിച്ച് നിൽക്കുമെന്ന് വരും. സ്വാമി കൂടെ നമ്മളോട് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് പറയും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഞാനോ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കും. സാധാരണ ആളുകളെ പോലെയല്ല. ഇങ്ങനെ എടുത്തു പറയും, എടാ ആനന്ദത്തിൽ കുളിച്ചിരിക്കാനടാ ഞാൻ. നിത്യ അനുഭവമുള്ളവരുടെ അവരിനെ എടുത്തു വെച്ച് പറയണതല്ല. നമുക്കൊക്കെ ഇപ്പോഴൊക്കെയാണ് അത് വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ രഹസ്യമൊക്കെ നമുക്ക് തുറന്ന് കിട്ടുന്നത് പോലും. ആനന്ദത്തിൽ കുളിച്ചിരിക്കുക ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ചെന്ന് വല്ല തക്കടോ കിടോ എന്ന് പറയാൻ വിലക്കിയിട്ടുണ്ട് ഞങ്ങളെ. ചില കലകളിൽ ഇരുന്ന് ഇരിക്കുന്ന സമയത്തൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഇനി ഇത് അഴിഞ്ഞതിന് ശേഷം സംസാരിക്കുമ്പോഴൊന്നും പാടുള്ളൂ. അതിന് അമ്മച്ചയും ബേച്ചയും ഘട്ടം കിട്ടും. വിക്രമനെക്കുറിച്ചൊന്നും ഡയറക്റ്റ് കയറി ഒന്നും പറയാൻ അനുവദിച്ചിട്ടില്ല. അവിടെ പാടുണ്ട്. രണ്ടുപേര് ഈ പറഞ്ഞില്ലേ പാറാവേരം പോലെ അവിടെ വിഷ്ണുവിനെ കാണാൻ നേരിട്ട് പറ്റുമോ?
ജയവിജയന്മാരുടെ പാറ ഉണ്ടോ? ആദ്യം അവരെ ബോധിപ്പിക്കണം എന്താണ് ആഗമന ഉദ്ദേശം എന്താണെന്ന് അറിയണം. അറിഞ്ഞതിന് ശേഷം നിൽക്കും, സ്വപ്പം വെയിറ്റ് ചെയ്യുന്ന പറയും. ഇതിപ്പോ എന്താണെന്ന് അറിയാം. ഇപ്പോഴും നമ്മൾ ആചരിക്കുന്നുണ്ട് പലർക്കും. ഇതിന്റെ രഹസ്യം എന്ന് വെച്ചാൽ അവരെല്ലാം ഈ ചുഴിമുരയിൽ നിൽക്കുന്ന ഒരു ടൈമാണെങ്കിൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നാശം അവിടെ ഉണ്ടാവുന്നതാണ്. അത് പരിപൂർണമായി നശിച്ചു പോകും. അതുകൊണ്ട് അവരെ കലയൊക്കെ മാറി അമൃതത്വം എന്ന് പറഞ്ഞ ചുഴിമുരയാണ്. കുണ്ടലിനി ഉണർന്ന് അങ്ങനെ നിൽക്കുന്ന നിലയാണ്. ശ്വാസം ഈ കുണ്ടലിനി വഴി സഞ്ചരിക്കുക, അതിന് അമൃതത്വം എന്ന് പറയും. ഇത് യോഗത്തിനെ പറയുമ്പോൾ അങ്ങനെ. അപ്പൊ നമ്മൾക്ക് വിലക്കുണ്ട്. അപ്പൊ ഇവര് പരിശോധിക്കുക, എന്താണ് നീ വന്ന് ഈ പൈസയ്ക്കായിട്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സങ്കടം പറയാനാണ്? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടിട്ട് അങ്ങോട്ട് അകത്തോട്ട് പ്രവേശനം. എനിക്ക് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്നോടല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛന് സാധാരണക്കാരനായിട്ട് കാണരുതെന്ന് പറയണമെന്ന്. മനസ്സിലായില്ല? നമ്മൾ പറഞ്ഞ അച്ഛനെന്നുള്ള ആ സ്വാതന്ത്ര്യത്തിലെ നമ്മളൊരു നിസ്സാരം പോലെ കണക്കാക്കില്ലേ, സ്നേഹം ഇരിക്കല്ലേ. അപ്പൊ എന്ത് പറ്റും? ടീമിൽ ചെന്നാണെങ്കിൽ ചെന്ന് നിങ്ങളോട് കൂടുമില്ലേ അദ്ദേഹം? സൂക്ഷിക്കുക. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊന്നും അക്കാലങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, അറിവില്ലല്ലോ. ഗൂഢാത്മാക്കളായിട്ട് ഇരിക്കുകയല്ലേ. പ്രത്യേക ഒരു ചിന്ത, പണം ഉണ്ടാക്കണം, കുടുംബം കൊണ്ടുപോകണം, നല്ല രീതിയിൽ ഞാൻ വലിയ ആളാണെന്നുള്ള പേരുണ്ടാക്കണം, പ്രശസ്തി ഉണ്ടാക്കണം. ഇത്രയേ ഉള്ളൂ ജീവിതം. അതിനെയെല്ലാം മാറ്റി മറിച്ച് ഇതാണ് ശ്രേഷ്ഠമെന്ന് നമുക്ക് പറഞ്ഞു തരികയും അതിന് അടയാനുള്ള വഴി വെട്ടിത്തുറന്നിടുകയും ചെയ്ത ഒരാളായിട്ടാണ് ഇപ്പൊ നമ്മൾ അച്ഛനും ഗുരുവൊക്കെ ഇരിക്കുന്നത്. അച്ഛൻ തന്നെ ഗുരുവായിട്ട് വന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ വേദത്തിന്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കുക, എല്ലാം ക്ഷണിച്ചു കളയുക, എല്ലാം ആ മനസ്സിന് വികാരപ്പെടുത്തുന്ന രൂപത്തിൽ വരാതെ എന്തെങ്കിലും യുക്തി കൊണ്ട് എല്ലാത്തിനെയും മാറ്റി കാണുക. അങ്ങനെ കണ്ട് വരുമ്പോൾ മനസ്സിനെ നമുക്ക് വിവേകം കൊണ്ട് ഈ രജോഗുണ തമോഗുണങ്ങൾ നിലപ്പിക്കാൻ പറ്റും. സത്വഗുണത്തിന് വിടലും വേണ്ട. അത് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യുക, സ്നേഹമായിട്ട് രണ്ടു പേർക്ക് പറയുക, അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇത് ജീവികളെ സന്തോഷിപ്പിക്കുന്നത് പുണ്യമാണ്. ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകെന്നുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഒരു ഉറുമ്പിന് പോലും ഒരു വിഷമം ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാനുള്ള ആ മനസ്സിനെ പോലും എനിക്ക് എടുത്തു പ്രവർത്തിക്കല്ല, അങ്ങനെ ഒരു മനസ്സ് പോലും എനിക്കുണ്ടാവില്ലേ എന്നുള്ള പ്രാർത്ഥന. അകമൊരു ദോഷം, അത് അകമൊരു ദോഷം ഒരുത്തരോട് ചെയ്യുവാൻ അകമലരിൽ അറിഞ്ഞിടാതെ വണ്ണം സകലമൊഴിച്ചു തരേണമെന്നുമേതാൻ ഭഗവതനുഗ്രഹപാത്രമായി വരേണം. ഇതൊക്കെ സ്ഥിരമായിട്ട് സ്വാമിയുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ പാട്ടുകളാണ്. ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. എന്തിനാണ് ശ്രീനി? മനസ്സ് ശുദ്ധമായാൽ ഈ സമാധി ഇതിന് വരാം. ഒരു സമാധി വിഘ്നപ്പെട്ട് ഇതിനെ നിർവികൽപ്പ സമാധി വിഘ്നം ചെയ്തിരിക്കുന്നു. ആരാണ്? ഈ പ്രാപഞ്ചിക വിഷയങ്ങളല്ല, ഈ പ്രാപഞ്ചിക വിഷയങ്ങളിൽ വച്ചിരിക്കുന്ന സത്യബുദ്ധി പ്രാപഞ്ചിക വിഷയങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഇതില് നമുക്കുള്ള ഒന്നും കൊള്ളൂല്ല എന്നോ അവരുടെ ഒന്നും ഏറ്റുക്കം ചെയ്യുന്നോ ഒക്കെയുള്ള ഭാവനകളെ നമ്മൾ ഇതിൽ കൊള്ളിച്ചിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള വ്യവഹാരത്തിൽ ആഴ്ന്നിരിക്കുന്നവരെന്നല്ല. ഇതിനെ നമ്മൾ വിവേകം കൊണ്ട് ഉപശമിപ്പിച്ചാൽ മനസ്സ് ശുദ്ധമാകും. പറഞ്ഞതെല്ലാം ഇതില് ക്രമമായി ഉണ്ടാവും. മയ്യനേ എന്നതുള്ള നിന്റെ അനന്ത ജന്മങ്ങളാണ്ട മയ്യനെ ഉപദേശിക്കവേ വന്ന ഗുരുവേ പോറ്റി ഉയവേ മുക്തിനായി ചെയ്യുമാറും കാണേ തിരുവടി പോറ്റി പോറ്റി. സത്യജിൽ സുഖകരമാം ഗുരുവേ പോറ്റി. ചലനമില്ലാ ശാന്തപര ഗുരുവേ പോറ്റി. നിത്യ നിർഗുണமான ഗുരുവേ പോറ്റി. നിരഞ്ജനമായി നിന്റെ പര ഗുരുവേ പോറ്റി. ശുദ്ധപരവെളിயான ഗുരുവേ പോറ്റി. സൂക്ഷ്മമായി നിറൈந்த പര ഗുരുവേ പോറ്റി.
അദ്വൈത പൂരണമാം ഗുരുവേ പോറ്റി, അഖണ്ഡമതാം സദ്ഗുരുവേ പോറ്റി പോറ്റി. ഭസ്മോധൂളിത വിഗ്രഹം വരദ ചിന്മുദ്രാധരം സുന്ദരം കാഷായാംബരധാരിണം ഗളതലേ രുദ്രാക്ഷമാലാന്വിതം ബ്രഹ്മാനന്ദ സുഖപ്രശോഭിതമുഖം വീരാസനെ സംസ്ഥിതം ശ്രീരാമാനന്ദയതീശ്വരം ഗുരുവരം ഭൂയോ നമസ്യാമ്യഹം. അഭയവരദഹസ്തം സർവദാ സുപ്രസന്നം ശുഭതവിനിധിഷേദജ്ഞാനവേദസ്വരൂപം ഇതകരമുപദേശം ശ്രീഗുരോ ദിവ്യരൂപം പ്രതിദിനമകപീഠേ സുപ്രഭമോ സുപ്രഭാതേ. ശ്രീപാദകമലദുർലം ആലംബനമകർനിശം ശ്രീരാമാനന്ദമൂർത്തേ മാം സംസാരസാഗരാൽ ശ്രീരാമാനന്ദമൂർത്തേ മാം സംസാരസാഗരാൽ. ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹ വാരമണഭൂതേശ പ്രസീദ കരുണാനിധേ. വാരമണഭൂതേശ പ്രസീദ കരുണാനിധേ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ.